എയിംസിന് ഫുൾ ഫോം എന്താ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അല്ലേ? അപ്പോൾ ഞങ്ങൾ പറയും ഇത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോർട്ടാലിറ്റി സർവീസ് ആണ്. എസ്പെഷ്യലി ഇൻ ബ്ലഡ് ക്യാൻസർ യു സീ ഡെത്ത് ഓൾമോസ്റ്റ് എവറി ഡേ ഫ്രം വെരി ക്ലോസ് ക്വാർട്ടേഴ്സ്. അപ്പോൾ അതെങ്ങനെയാണ് ആസ് എ പേഴ്സൺ ഹൗ ഡസ് ഇറ്റ് എഫക്ട്? എനിബഡി ഹൂ ഡൈസ്, ആര് മരിച്ചാലും വി കാൺ ഫോർഗെറ്റ് ദം ഫോർ മെനി. ശരിയായി പോയാലും നമ്മൾ ആക്ച്വലി അത്ര ആലോചിക്കില്ല. അവർ ശരിയാ ഓക്കെ ഗുഡ് ഗോ, പക്ഷെ ബാക്കി ആ അൺഫോർച്ചുനേറ്റ്ലി സർവൈവ് ചെയ്യാത്ത ഒരു ഇമ്പാക്ട്സ് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ. ഇപ്പൊ നമ്മൾ വിളിച്ചൊരു ബേബി സിക്ക് ആണ്, അതാണ് എന്തെങ്കിലും ചെയ്ത് രക്ഷ ഇത് ആൺകുട്ടിയാണ്. അപ്പൊ എനിക്ക് ദേഷ്യം എന്താ പെൺകുട്ടിയാണെങ്കിൽ ചികിത്സിച്ചൂടെ? രാജസ്ഥാനിലൊക്കെ പെൺകുട്ടികളാണെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുപോകും, ചികിത്സിക്കൂല, ഈവൻ ഫ്രീ ചികിത്സ ആയിട്ട് പോലും. The moment you put a scalpel on a patient, അതൊരു ബോണ്ടാ. Once you become a big surgeon or a big doctor, there will be calls from outside. നാളെ ഇന്ന ആളുടെ സർജറി ആണ്, അപ്പം നന്നായി സർജറി ചെയ്യണം. രോഗി ജീവിക്കുന്നതല്ലല്ലോ റിസൾട്ട്. റിസൾട്ട് ഈസ് എന്റെ സീനിയർ എന്നെ ചീത്താറ്, ഈ മേലെ ഈ പരിപാടികൾ ചെയ്ത് ഞങ്ങളുടെ കുട്ടി ബ്ലഡ് ഇല്ലാതെ ആരും കൊടുക്കുന്നില്ല, AB പോസിറ്റീവ് വേണമെന്ന് കൊടുക്കണ്ട. കാരണം എന്താ, ഇത്രയും റിലേറ്റീവ്സ് ഉണ്ട്, ഒരാളും കൊടുക്കണം. പക്ഷെ നമ്മുടെ മൈൻഡിലുള്ളൊരു ഇത് എനിക്ക് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എൻ്റെ മൂക്കിന്ന് ചോര വരുന്നു, പിന്നെ ഒരു മരുന്നില്ല, ആ മരുന്ന് ഇവിടെ നിന്നൊക്കെ ആരൊക്കെ ഓടിപ്പോയി എടുത്തുകൊണ്ട്. എനിക്ക് സിമ്പത്തി ഈസ് മോർ ടുവേർഡ്സ് പാരന്റ്. മരിച്ചുപോയി രക്ഷപ്പെട്ടു. പാരന്റ്സ് ആണ്. ഇപ്പൊ ഞാൻ ഓൾസോ പാരന്റ്. കേൾക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും ഇതിന്റെ ഒരു സയൻസ്, വാട്ട് ഈസ് ബിഹൈൻഡ് ദിസ്. Ragesh, you said that, നിങ്ങൾ എസ്പെഷ്യലി ഇൻ ബ്ലഡ് ക്യാൻസർ യു സീ ഡെത്ത് ഓൾമോസ്റ്റ് എവറി ഡേ ഫ്രം വെരി ക്ലോസ് ക്വാർട്ടേഴ്സ്. അപ്പോൾ അതെങ്ങനെയാണ് ആസ് എ പേഴ്സൺ ഹൗ ഡസ് ഇറ്റ് എഫക്ട് യു? ലൈക്ക് see, blood cancers affect children, adults, elderly, everybody. Yes. Right? The good thing about blood cancer is that many of them are cured. okay A significant number of the people of blood cancer ഇതുള്ള ആൾക്കാർ ക്യൂർ ആയി പോകും. okay ഓക്കെ, പക്ഷെ എന്നാലും ഏത് അസുഖത്തിലും ഒരു 100 പേര് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഒരു 70% ആൾക്കാർ ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30% ബാക്കി ഉണ്ടല്ലോ ആൾക്കാർ. ദേ ആർ നോട്ട്, അവർ ക്യൂർ ആവില്ല, അവർ അൺഫോർച്ചുനേറ്റ്ലി ദേ മേ ഡൈ ഓൾസോ. ഓക്കെ, ആൻഡ് ഇത് പലപ്പോഴും അൺടൈംലി ഡെത്ത്സാണ്, എസ്പെഷ്യലി സ്മോൾ ചിൽഡ്രൻ ഓർ അഡോളസൻസ് ഓർ സംബഡി ഹൂ ഈസ് ഐ മീൻ 30s, 40s, 50s, 60s. ഐ മീൻ ഒക്കെ യങ്ങാണല്ലോ ഇപ്പോഴത്തെ ഇതിൽ. സോ ഇറ്റ് അഫക്ട്സ് സിഗ്നിഫിക്കൻ്റ്ലി ബിക്കോസ് ദ സ്റ്റേക്സ് ആർ വെരി ഹൈ. നമ്മൾ ഒരു ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖത്തിന് നമ്മൾ ചികിത്സിക്കാൻ പോകുമ്പം നമ്മൾ കാണുന്നത് ക്യൂറാണ്, പേഷ്യൻ്റെ ഫാമിലിയും കാണുന്നത് ക്യൂർ. അപ്പോൾ അവിടെ എപ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, പേഷ്യൻ്റെ ഫാമിലിയിലും പ്രതീക്ഷ ഉണ്ടാവും. സോ വി ഫൈറ്റ് ഫോർ ഇറ്റ്, വി ഗീവ് അവർ സോൾ, വി എല്ലാ എഫേർട്ടും ചെയ്ത് 70 പേര് രക്ഷപ്പെടും. ഓക്കെ, പക്ഷെ ബാക്കി 30 പേര് രക്ഷപ്പെടുന്നേക്കും നമ്മൾ ഈ ശരിയായി പോയാലും നമ്മൾ ആക്ച്വലി അത്ര ആലോചിക്കില്ല. അവർ ശരിയായി ഓക്കെ ഗുഡ് ഗോ, പക്ഷെ ബാക്കി ആ അൺഫോർച്ചുനേറ്റ്ലി സർവൈവ് ചെയ്യാത്ത ഒരു ഇമ്പാക്ട്സ് സിഗ്നിഫിക്കൻ്റ്ലി. ഐ മീൻ എനിബഡി ഹൂ ഡൈസ്, ആര് മരിച്ചാലും വി കാൺ ഫോർഗെറ്റ് ദം ഫോർ മെനി ഡേയ്സ്. അല്ല, ഈ ഒരു വിഷമം എന്നുള്ളതിനുപരിയായിട്ട് അത് നമ്മള് ഈ ഓപ്പറേഷനിൽ ഇപ്പൊ നിങ്ങളെ ഡേ ടു ഡേ ഇന്ററാക്ഷൻ, ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചില്ല, വി വർ ടോക്കിംഗ് അബൌട്ട് അൺഎത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ് സംവർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മളൊരു ലോങ് ടേമിൽ ആളുകളെ അങ്ങനത്തെ ഒരു ഇമ്പാക്ട് എന്താ നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സിലോ? സി ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഐ മീൻ നമ്മളെ എൻ്റെ ഡേ ടു ഡേ പ്രാക്ടീസിൽ somebody unfortunately succumbs to this cancer or sometimes treatment complication കാരണം they may succumb also, അല്ലേ? I mean it's in the back of the mind for many days. Right. How it affects means even with that, since we are trained like that from beginning itself, we see from beginning, but അത് നമ്മളെ മനസ്സിന്റെ ബാക്കിൽ എപ്പോഴും ഉണ്ടാവും. എത്ര അറ്റാച്ച്ഡ് ആവരുതെന്ന് വിചാരിച്ചാൽ you get attached. There is no option. It is by default. I mean, and these are all long treatment. It is not like ഒരു പേഷ്യൻ്റ് ഇന്ന് വരുന്നു, ഇന്ന് ട്രീറ്റ് ചെയ്തു, നാളെ അതിന് റിസൾട്ട് വന്നത്. വി ഹാവ് ബീൻ ട്രീറ്റിംഗ് ഫോർ ദം ഫോർ മന്ത്സ്. ചിലർ പൂർണ്ണമായി ഇത് the prognosis can be bad. അപ്പോൾ ഇത് എങ്ങനെയാണ്, how do you communicate it? അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് ക്യാൻസേഴ്സ് എസ്പെഷ്യലി ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ക്യൂറിൻ്റെ എലിമെന്റ് നമ്മളെ വി ഹാവ് ടു ബി ഓപ്റ്റിമിസ്റ്റിക് ബൈ ഡിഫോൾട്ട് ടു ടേക്ക് അപ്പ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഫീൽഡ്. അപ്പം ലുക്കീമിയ, ലിംഫോമൊക്കെ ചികിത്സിക്കണമെങ്കിൽ നമ്മൾ ബൈ ഡിഫോൾട്ട് ഒരു ഒപ്റ്റിമിസ്റ്റിക് പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഒരു 100
പേരിൽ ചില അസുഖങ്ങൾക്ക് 5% ചാൻസേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 10-20 മാത്രമുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. ബട്ട് നമ്മൾ ആ 20 മാത്രമേ നോക്കുള്ളൂ. നമ്മളിപ്പോൾ നമ്മളെ ലോജിക് എന്ന് പറഞ്ഞാൽ 80 നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മളെ കൺസെപ്റ്റിൽ ഈ ഒരു ഡിസീസിൽ 10% ആയിരിക്കും സർവൈവൽ. പക്ഷെ ഇദ്ദേഹത്തിന് ആ 10% കിട്ടിയാൽ നമുക്കത് 100 അല്ലേ, നമ്മളതേ ആലോചിക്കുള്ളൂ. ദാറ്റ് ഗീവ്സ് ലോട്ട് ഓഫ് ഹോപ്പ് ടു അസ് ഓൾസോ. ഐ മീൻ പേഷ്യൻസ് വിൽ ഓൺലി തിങ്ക് അബൌട്ട് ദ പോസിറ്റീവ് സൈഡ്. പലരും നമ്മൾ 10% എന്ന് പറഞ്ഞാൽ അവർ ആ 10% ആലോചിക്കുള്ളൂ. നമ്മളും അങ്ങനെ ആലോചിച്ചാൽ വി ക്യാൻ ഗീവ് ദ ബെസ്റ്റ് എഫേർട്ട്. രാകേഷ് പറഞ്ഞ പോലെ അതെ, 10% ആണെങ്കിലും ആ പേഷ്യന്റിന് മേക്ക് എ ഡിഫറൻസ്. നമ്മൾ ഈ കണക്കുകൾ പറയുന്നതൊക്കെ ചുമ്മാ അതെ അതെ ഒരു അതെ അതെ ചികിത്സിച്ചില്ലെങ്കിൽ അതെ. അപ്പം ഈ അതെ ഇപ്പം ഈ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു, ക്യാൻസർ ആയിട്ട്, ഒരു ക്യാൻസർ വന്നതല്ലേ മരിക്കും അങ്ങനെയല്ലേ. പക്ഷെ നമ്മൾ ചികിത്സിക്കുന്ന ആൾക്ക് അങ്ങനെയല്ല ആക്ച്വലി. കാരണം നമ്മൾ അയാൾ രക്ഷപ്പെടും എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും നമ്മൾ ചികിത്സിക്കുക. മീൻസ് നമുക്ക് സയൻറ്റിഫിക്കലി അറിയാം ദ ഓഡ്സ് ആർ സംടൈംസ് അഗെയിൻസ്റ്റ്. പക്ഷേ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാൾ മരണപ്പെടുമ്പോൾ അത് നമുക്ക് ഒരു പരാജയം എന്നല്ല, നമുക്കൊരു വിഷമമായിരിക്കും. ആ പേഷ്യൻറ്റിൻ്റെ ഫാമിലിയായിട്ട് നമ്മൾ ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും, പേഷ്യൻ്റായിട്ട് ഇൻവോൾവ് ആയിരിക്കും. അപ്പം ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. പക്ഷെ വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ പറ്റുന്ന വളരെ നമ്മൾ പ്രൊഫഷണലി പേഷ്യൻ്റായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ ചെയ്താൽ ഇറ്റ് ഇസ് വെരി ഈസി. പക്ഷേ ഹൗഎവർ വി ട്രൈ നടക്കൂല യൂഷ്വലി സംഭവം. എസ്പെഷ്യലി സർജൻ അമംഗ് ദ ഗ്രൂപ്പ് നമ്മളെല്ലാവരും ക്യാൻസർ ചികിത്സിക്കുന്ന. പക്ഷെ ഈ ഒരു സർജൻ എന്ന് പറയുമ്പോൾ നമ്മള് ഒരു മനുഷ്യന്റെ മേത്ത് കത്തി വെക്കുന്നതാണ്. ദ മൊമെന്റ് യു പുട്ട് യുവർ സ്കാൽപ്പൽ ഓൺ എ പേഷ്യന്റ്, അതൊരു ബോണ്ടാ. ഇപ്പൊ ഇവര് കീമോ കൊടുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇറ്റ് ഇസ് എ ബോണ്ട് ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ട്രീറ്റിംഗ് ഡോക്ടർ. ആ ബോണ്ട് നമുക്ക് വി ഹാവ് ടു ബി വെരി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാലും ഒബ്ജക്റ്റീവ്നെസ് ക്രീപ്സ് ഇൻടു ഇറ്റ്. അപ്പോൾ ഇത് പണ്ട് മുതലേ എല്ലാവരും പറയുന്നതാ, എല്ലാ ഡോക്ടർമാർക്കും എസ്പെഷ്യലി ക്യാൻസർ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ഒരു വലിയ ഒരു by the end of their practice there will be a big millstone around them, or weight which is about all the memories of the patients which they lost. Right. മനസ്സിലായി? അതൊരു നാച്ചുറൽ തിങ് ആണ്. We all want what is best for the patient, but sometimes odds are against. സി നമ്മൾ ഈ 10% എന്നൊക്കെ പറയുമ്പം വി ഗീവ് ദിസ് 10% ആക്ച്വലി ഔട്ട് ഓഫ് 100 10 ആണല്ലോ. പക്ഷെ ഇഫ് യു കീപ് ഇറ്റ് ആസ് 10-ൽ ഒരാളെ അങ്ങനത്തെ കേസൊക്കെ വരുമ്പോഴും ബട്ട് സ്റ്റിൽ ദ പ്രോബ്ലം മീൻസ് അങ്ങനത്തെ കേസ് വരുമ്പോഴും നമ്മൾ ഓൾവേസ് ആ 10-ലായിരിക്കും നിൽക്കുക. 10-ൽ രക്ഷപ്പെടും, ഇദ്ദേഹം രക്ഷപ്പെടും എന്നുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് പോവുക. ബട്ട് അങ്ങനത്തെ ഒരു 10 പേഷ്യൻസ് ചികിത്സിച്ചാൽ ദ സയൻസ് ദ നമ്പേഴ്സ് വിൽ ഓൾവേസ് ബി കറക്റ്റ്. ആ 10-ൽ ഒരാളെ രക്ഷപ്പെടുള്ളൂ അങ്ങനത്തെ പേഷ്യൻസ് ആണെങ്കിൽ. സോ വി വിൽ ബി ഇൻ കോൺസ്റ്റന്റ് ഡിസപ്പോയിൻമെന്റ് അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോൾ. സാധാരണ 80% സക്സസ് റേറ്റ് 90% സക്സസ് റേറ്റ് വരുമ്പോൾ വി നോ ഇത് ഓക്കെ ആയിരിക്കും, പേഷ്യൻ വിൽ ബിക്കം ഓക്കെ. വി ഗീവ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, ഐ മീൻ വി ഗീവ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്, പേഷ്യൻ വിൽ സർവൈവ്. പക്ഷേ അതിലും രക്ഷപ്പെടാത്തവരേക്കും നമ്മൾ എൻ്റെ മെമ്മറിയിലുള്ള പേഷ്യൻസ് നമുക്ക് ഇതാക്കാൻ പറ്റാത്തത്, സേവ് ചെയ്യാൻ പറ്റാത്തത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. സോ ഐ സ്റ്റഡീഡ് ഫോർ മൈ MD and DM in AIIMS Delhi. So AIIMS Delhi is the best hospital in Indian government sector. It's a topmost referral center. All bad patients, bad in the sense വളരെ മോശമായ അസുഖങ്ങളും ആരും ഇതുവരെ കാണാത്ത ബുക്കിൽ പോലും ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ അവിടെ വരിക. അപ്പോൾ ആ എമർജൻസി ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരിക്കും. ഇത് വെരി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് പേഷ്യൻസ്. അപ്പം എയിംസിൽ എമർജൻസി പോയാൽ അവിടെ സിസ്റ്ററോട് ചോദിക്കുകയാണ്, ഓക്കെ ഈ ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയ ഡിസീസ് ഏതാണെന്ന് അവർ പറയുന്നത് അറിയാം, അപ്ലാസ്റ്റിക് അനിമിയാണ് ഏറ്റവും കോമൺ. സോ ഇറ്റ് ഇസ് എ വെരി സീരിയസ് ഡിസീസ്. ബട്ട് എവറി അപ്ലാസ്റ്റിക് അനിമിയ ഇൻ നോർത്ത് ഇന്ത്യ കംസ് ടു എയിംസ്. കേരള പോലെയല്ല, നോർത്ത് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് നോട്ട് സോ ഗുഡ്. അവർക്ക് എല്ലാം ബീഹാർ UP-കാർക്കൊക്കെ എയിംസ് ഡൽഹിയിൽ എത്തിയാലേ എന്തെങ്കിലും നടക്കുള്ളൂ. സോ ഇറ്റ് ഈസ് സോ കോമൺ ആൻഡ് ഇങ്ങനത്തെ സീരിയസ് ഡിസീസസ് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഡിലേ ആവും, അല്ലെങ്കിൽ ഡിസീസ് പെർസേസ് ബാഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതേപോലത്തെ വേറെ കുറേ അസുഖങ്ങൾ ഗ്യാസ്ട്രോ ആണെങ്കിലും കാർഡിയോ ആണെങ്കിലും ഏത് ഫീൽഡാണെങ്കിലും വളരെ മോശമായിട്ടുള്ള ഡിസീസ് അവിടെ എത്തുക. സോ അവിടെ കുറേ പേര് നമ്മൾ ജോയിൻ ചെയ്ത സമയത്തില്ല, ഞാനും എൻ്റെ ഫ്രണ്ടും MDക്ക് ജോയിൻ ചെയ്ത് 6 മാസം കാണുന്നത് കുറേ പേരിങ്ങനെ അവിടെ മരിക്കുക, ബെഡ് കിട്ടിയാലും സീരിയസ്നെസ് കാരണം. അപ്പോൾ നമ്മൾ എയിംസിന് ഫുൾ ഫോം എന്താ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അല്ലേ. അപ്പോൾ ഞങ്ങൾ പറയും ഇതെന്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോർട്ടാലിറ്റി സർവീസ് ആണോ? കാരണം
കാണുന്നവരൊക്കെ മരിക്കുകയാണ്. പക്ഷേ നമുക്കറിയില്ലല്ലോ ഇതിപ്പം അത് എയിംസിൽ വരുന്ന കേസസ് അങ്ങനെ ആയതുകൊണ്ടാണ്. സോ വി ആർ യൂസ് ടു ദാറ്റ്, ബട്ട് ഇറ്റ് ഇസ് റിയലി എന്താ പറയുക ഭയങ്കര ഫ്രൈറ്റനിങ് തിങ് ആണ്. ഐ മീൻ ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അജയനാവും കോളേജ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ. സോ ഐ വിൽ ടെൽ യു, ഈ അജയിൻ്റെ സ്റ്റോറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഐ എം എ ട്രെയിൻഡ് ഹെമറ്റോളജിസ്റ്റ്, സോ ഐ സീ ഫ്രം ചിൽഡ്രൻ ടു all age groups. The group I don't like the group which is easiest to treat in terms of result, നല്ല റിസൾട്ട് കിട്ടുന്നതും വളരെ നല്ല ഇത് കിട്ടുന്നതും പീഡിയാട്രിക് പോപ്പുലേഷനാണ്. ബട്ട് ദ വൺ വിച്ച് പേഴ്സണലി ഐ ഡോണ്ട് വാണ്ട് ടു ട്രീറ്റ് ഓൾവേസ്, I mean by myself, is pediatrics, because they are children. I mean it is the group with the best result, but it is very painful. I mean children leukemia, BAL leukemia 90% outcomes ആണ്. I mean വിത്തൗട്ട് ട്രാൻസ്പ്ലാന്റ് ഒന്നും ചെയ്യാതെ 100-90 പേര് ശരിയാവും. ബട്ട് അഗെയിൻ ദോസ് 90 ചിൽഡ്രൻ ആർ ഔട്ട് ഓഫ് അവർ മൈൻഡ്സ്. ആ 10 ചിൽഡ്രൻ ഇസ് ചിൽഡ്രൻ, വെരി ഡിഫിക്കൽട്ട്. സോ ഐ ഫീൽ ദ മോസ്റ്റ് പെയിൻഫുൾ ഓഫ് ഓൾ ദ ഫീൽഡ് ഈസ് പീഡിയാട്രിക് ഓങ്കോളജി, ബിക്കോസ് പീഡിയാട്രിക് ഓങ്കോളജി ഇസ് പീഡിയാട്രിക് ഓങ്കോളജി. അവർ കുട്ടികളെ കാണുള്ളൂ പീഡിയാട്രിക് ഓങ്കോളജി. ഹീ നൗസ് ഈസ് അഡൽട്ട് പീഡിയാട്രിക് ഒക്കെ കാണുന്നത് ആഫ്റ്റർ ഹീ കെയിം ടു മൈത്ര ഹോസ്പിറ്റൽ. ഹി സീസ് എവറിഥിങ്, ബട്ട് വെൻ ഹീ ഈസ് ട്രെയിൻഡ് ഫോർ പീഡിയാട്രിക് ഓങ്കോളജി ഹി ഓൺലി സീസ് ദാറ്റ്. And that is if you only see that 90% success aanengilum a doctor only remembers those 10 who he could not survive. That 10 will be very difficult to forget. It's very difficult. ആക്ച്വലി എനിക്ക് എപ്പോഴും ഈ നമ്മുടെ അൺഫോർച്ചുനേറ്റ് ഈ ചില കേസസ് ഇങ്ങനെ കുട്ടികൾ രക്ഷപ്പെടാത്ത കേസ്, എനിക്ക് സിമ്പത്തി ഈസ് മോർ ടുവേർഡ്സ് പാരന്റ്. മരിച്ചുപോയി രക്ഷപ്പെട്ടു. പാരന്റ്സ് ആണ് ഇപ്പൊ ഞാൻ ഓൾസോ പാരന്റ്. അപ്പൊ അതെനിക്ക് ഭയങ്കര, അതാണ് ഇപ്പൊ ഇപ്പോഴത്തെ എന്റെ ഒരു പ്രോബ്ലം. How you deal with them? ഞാൻ പാരന്റ്സിനെ പറ്റി ആലോചിക്കുന്നു. തിങ്ക് അബൌട്ട് ചിൽഡ്രൻ, ലൈക് ടെർമിനറി ഇല്ലാകുമ്പോ ഐ വിൽ ഓൾവേസ് തിങ്ക് അബൌട്ട് പാരന്റ്സ്. ഡിഫിക്കൽട്ട് അല്ലേ? ഞാൻ ഒരു പാരന്റ് ആയതിനു ശേഷം അതെനിക്ക് കുറച്ചുകൂടി ആദ്യം പീഡിയാട്രിക് ഓങ്കോളജി എടുക്കുമ്പോൾ ഐ വാസ് ഡൂയിങ് നിയോനാറ്റോളജി ഫോർ ക്വൈറ്റ് സം. That is the worst field. I mean, at least I mean, അത് ഷോക്കാണ്. You expect a normal everything happy thing and then suddenly even society does not expect I mean a newborn child to be sick. Coming to neonatology, when you said it, actually both my kids were preterm. Yeah. So they were both almost my both kids were preterm also. So they were 60 days in the NICU. Oh. So at that point in time, the amount of stress which you have to go through is unparalleled. Yes, I agree. But similarly like that, നിങ്ങൾ പറഞ്ഞ point ആണ്, കുട്ടികൾ okay, they are sick, they don't know what is going around them. Exactly. So പക്ഷേ parents, the amount of stress financially, mentally, physically എല്ലാം demanding. See, അതിൽ എന്ത് അസുഖം വന്നാലും. പക്ഷേ there is one more thing which I feel, I mean more than the parents, I mean we had a normal childhood. Yes. We went to school, we had our friends. നമ്മൾ ലൈബ്രറിയിൽ പോകുന്നു, നമ്മൾ സ്കൂളിൽ പോകുന്നു, കളിക്കുന്നു, ഈ കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് പങ്കെടുക്കുന്നു. എനി ചൈൽഡ് ഈ അങ്ങനത്തെ ലുക്കീമിയ പോലത്തെ ലോങ് ടേം ട്രീറ്റ്മെന്റ് ഉള്ള, they are losing a significant amount of their childhood. I mean that is a really sad thing. I mean most of them survive and they go back to their life, but the 6 months, 1 year, 2 year they lost is a pain for them. പിന്നെ one thing Ajay will agree, I mean all those children after enduring and they survive and become cure ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ they are much more mature than even us. I mean exactly. Yeah, I mean long term they look their perspective on the world. yeah നമ്മൾ അവരോട് ഫസ്റ്റ് ടൈം അവർ വരുമ്പോൾ ക്യാൻഡിൽ ഇടുമ്പോൾ ബഹളം കരച്ചിൽ, കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലംബാർ ഇൻട്രാതീക്കൽ കീമോതെറാപ്പി കൊടുക്കാം, ഇങ്ങനെ വന്ന് നടന്നു വരും, ഇങ്ങനെ കിടക്കും, ആരും പിടിക്കണ്ടാവും, മെന്റലി അവർ സ്ട്രോങ് ഡിഫറെന്റ് ആണ്. ദ സിംറ്റംസ് ആർ, അവർ പറയുന്ന സിംറ്റംസിൽ അഡൽട്ട് പലപ്പോഴും ചെറിയ സിംറ്റംസും പലപ്പോഴും അവർക്ക് ഭയങ്കര കൂടുതലാണെന്ന് അവർക്ക് തോന്നും. സോ അവർ ആങ്സൈറ്റി ആയിട്ട് അവരങ്ങ് പറയുമോ ഇത് ഭയങ്കര, ഇറ്റ് മേ നോട്ട് ബി, അവരൊക്കെ അത് ശരിക്കും ബോദർ ചെയ്യുന്നുണ്ടാവും കേട്ടോ. പക്ഷേ മെഡിക്കലി മേ ബി ഇറ്റ് മേ നോട്ട് ബി സോ സിഗ്നിഫിക്കൻറ്റ്. ഐ മീൻ ഒരു മൈൽഡ് ആയിട്ടുള്ള സിംറ്റം ആയിരിക്കും, ബട്ട് മേ നോട്ട് ബി സോ സിഗ്നിഫിക്കൻറ്റ്. ബട്ട് ചിൽഡ്രൻ ഓൺ ദ കോൺട്രറി ഓണസ്റ്റ് അല്ല, സബ് കോൺഷ്യസ്ലിയും അവര് വെരി ലൈക്ക്
ഓണസ്റ്റ് ആയിട്ട് പറയാം. പെയിൻ ഉണ്ട് മറ്റേ നമ്മൾ പെയിൻ ഉണ്ട് ഇവിടെ എന്തുകൊണ്ട് തോന്നലൊന്നുമില്ല ഉണ്ടെങ്കിൽ പിന്നെ അതൊരു ഡെഫിനറ്റ്ലി അതിനെ ബോദർ ചെയ്യണമെങ്കിൽ മാത്രമേ അവർ പറയൂ. പിന്നെ അവർക്ക് അഡൽട്സിന് ആന്റിസിപ്പേഷൻ ഉണ്ടാവും, നമുക്ക് തുടങ്ങിയ അസുഖം ഇവിടെ പെയിൻ വന്നിട്ടാണ്, അപ്പൊ ഇനി ഇത് വലിയ ഇതിലേക്ക് മാറുമോ എന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. അത് ചിൽഡ്രൻ അല്ലോ, ദേ ഡോണ്ട് ഹാവ് എനി പാസ്റ്റ്, ദേ ഡോണ്ട് ഹാവ് ഫ്യൂച്ചർ, they live in present. Children basically ആ കോൺസിക്വൻസസ് എന്തുമാത്രം ആലോചിക്കുന്നില്ല. സോ ചിൽഡ്രൻ, ഐ മീൻ there is lot of positive side ആണ് ചിൽഡ്രൻ ട്രീറ്റ് ചെയ്യാൻ, but I find it really painful to treat children more than adults. ആണ് ഞാനത് ഫീൽഡിൽ ഇതിൽ വരുമ്പോൾ ഞാൻ വിചാരിച്ചു I could handle. It is difficult. No, so let me go back. Why did you decide to pursue pediatric oncology? അത് ഈ MD ചെയ്തോണ്ടിരിക്കുമ്പോൾ I attended ചില CMC കോൺഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ I was posted in Kidwai ബാംഗ്ലൂർ. അവിടെ പോകുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഡേഞ്ചറസ് പീഡിയാട്രിക് ഓങ്കോളജി. Kidwai is a cancer hospital. കർണാടക. It's a government good hospital. സോ അവിടെ പോയി, പക്ഷെ അത് അവിടെ ഇതൊക്കെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ റിസൾട്ട് ആക്ച്വലി പിന്നെ മനസ്സിലായപ്പോൾ വി എക്സ്പെക്ട് ക്യാൻസർ വരുന്നു, ഡെത്ത് ആവുന്നു, അങ്ങനെയല്ല. മോസ്റ്റ് ഓഫ് ദീസ് ചിൽഡ്രൻ ആർ സർവൈവിങ്. കിദ്വായുടെ OPD ഇരിക്കുമ്പോൾ അവിടെ എങ്ങനെയാ പറയുന്നത്, അവിടുത്തെ അപ്പാജി സർ, അവരാണ് പീഡിയാട്രിക് ഓങ്കോളജി അവിടെ സ്റ്റാർട്ട് ചെയ്ത്. ഹി ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ ക്വൈറ്റ് സം ടൈം. അപ്പൊ അന്ന് പണ്ട് ചികിത്സ കുട്ടികളെല്ലാം SSLC പാസ്സായാലും അല്ലെ 10th പാസ്സായി 12th പാസ്സായി കല്യാണം വിളിക്കാൻ വരുന്നു. അവരെ ലൈഫിലൊരു ഭയങ്കര ഇതൊക്കെ ക്യാൻസർ പോലെ ഒരു ഡേഞ്ചറസ് ഡിസീസ് യു ആർ ക്യൂറിങ് ആൻഡ് ദീസ് പീപ്പിൾ ചിൽഡ്രൻ ദേ റിമെമ്പർ യു ഫോർ ലൈഫ്. അതൊരു ആ ഒരു ഇത് കണ്ട് മാത്രമല്ല ഇതിന്റെ റിസൾട്ട് ആണ്. ഇപ്പൊ BALL 90%, അതൊക്കെ കണ്ടപ്പോൾ യെസ് അത് ചാലഞ്ചിങ് ആണ്, ബട്ട് ദെൻ ദർ ഇസ് റിസൾട്ട്. അപ്പൊ അത് അങ്ങനെ ഒരു ആലോചിച്ചിട്ടാണ് ഓൺകോളജിയില്. It is a definitely very interesting field. ബട്ട് അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതില് നമ്മളിപ്പോ സാഡ് പാർട്ട് പറഞ്ഞു, സക്സസ് പാർട്ട് ഇതാ. അപ്പൊ എന്നോട് പലരും ഞാൻ അങ്ങനെ ചിലർ പറഞ്ഞു വലുതായി കല്യാണത്തിന് വരെ ഞാൻ വരുന്നു. it is very satisfactory. ഇപ്പം നമ്മളെ പേഷ്യൻസ് വരുന്നു, ലുക്കീമിയ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ വലിയ അസുഖങ്ങളായിട്ട് വരുന്നു, ദേ ഗെറ്റ് ക്യൂർ ആയി പോകുന്നു. സോ ഇറ്റ്സ് എ വെരി ഹാപ്പി തിങ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഡോക്ടർ ഹാപ്പി അല്ല ആലോചിക്കുക. നമ്മളെ ഒരാൾ 100 പേര് ചികിത്സയിൽ ഒരാൾ സർവൈവ് ചെയ്യാത്ത ആളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ആലോചിക്കുക. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വിൽ എഫക്ട് ദ മെൻ്റൽ ഹെൽത്ത് ഡെഫിനറ്റ്ലി. ഐ മീൻ അറ്റ്ലീസ്റ്റ് ഫിലോസഫിക്കലി ഓൾസോ വിൽ ബി ദാറ്റ്സ് വാട്ട് ഒരു നിഹിലിസം മേ കം. ഡെഫിനറ്റ്ലി. എനിക്ക് അറിഞ്ഞോ, ഐ ഡോണ്ട് നോ അബൌട്ട് ലുക്കീമിയ, ബട്ട് നമ്മുടെ ഫീൽഡിൽ ഇപ്പോൾ സർജിക്കൽ ഓങ്കോളജി എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പം സർവൈവർ മാത്രമല്ല, ആ ഫോളോ അപ്പിന്റെ ഇടയിൽ അസുഖം തിരിച്ചു വരുന്നതിനെ പറ്റി നമുക്കൊരു ടെൻഷൻ. അപ്പൊ ആ ഫോളോ അപ്പിൽ പറ്റി അസുഖം തിരിച്ചു വരുമ്പം ആ രോഗിക്ക് റിക്കറൻസ് അല്ലെങ്കിൽ അസുഖം തിരിച്ചു വരുമ്പം മൊത്തം ഡൗൺ ആവും. ബിക്കോസ് ഇനീഷ്യലി എല്ലാ ട്രീറ്റ്മെന്റും എടുത്തു, നൗ ഈസ് ഡിക്ലെയർഡ് ക്യൂർ, ഒരു 2 years 3 years ഫോളോ അപ്പിൽ അസുഖം തിരിച്ചു. ഇത് 2 രീതിയിലാണ് അത് എഫക്ട് ചെയ്യുക. ഒന്ന്, അയാളെ ഇൻഡിവിജ്വലി മെന്റലി ഡൗൺ ആവും. പിന്നെ ദ ബ്രോഡർ മെസ്സേജ് ടു ദ സൊസൈറ്റി, അസുഖം ഒരു ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം ബ്രോഡ്ലി ഒരു നെഗറ്റീവ് ആവില്ല, അത് കഴിഞ്ഞു അസുഖം തിരിച്ചു. പക്ഷെ ദേ ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ പീപ്പിൾ ഹു സർവൈവ്, ഹു ആർ ലോങ് ടേം സർവൈവേഴ്സ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്യൂർ ഇട്ട് ലോങ് ടേം ആയി ജീവിക്കുന്ന നോർമൽ ലൈഫ്. അപ്പോൾ അതും ഒരു ആസ്പെക്റ്റ് ആണ്, അസുഖം തിരിച്ചു വരുന്നത്. ക്യാൻസറിനെ കുറിച്ചുള്ള കോൺവെർസേഷൻസിലൊക്കെ തുടക്കം മുതലേ ഉള്ള ഒരു ഡൊമിനേറ്റിംഗ് തീം തന്നെയാണ് ഈ ഹൗ വെൻ ഇറ്റ് കംസ് ബാക്ക്, ആ റിലാപ്സ് എന്നുള്ള ആ ഒരു ഫേസ് എങ്ങനെയാണ് എന്താണെന്ന്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ ലൈക്ക് ഇത് കേൾക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും ഇതിൻ്റെ ഒരു സയൻസ്, വാട്ട് ഈസ് ബിഹൈൻഡ് ദിസ്. ഇപ്പോൾ മുമ്പായിരുന്നെങ്കിൽ നമ്മളൊരു തുടക്കം മുതൽ ചെറിയൊരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇനീഷ്യലി ക്യാൻസേഴ്സിനൊക്കെ നമ്മളിലേക്ക് സ്പെസിഫിക് ആയിട്ട് ഓർഗൻ സ്പെസിഫിക് ആയിട്ടും അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടൊക്കെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. നൗ ഇറ്റ്സ് മോർ ഓൺ ദ മോളിക്കുലർ അല്ലെ സെല്ലുലാർ ലെവലിലാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്. സോ ഹൗ ഡു വി എക്സ്പ്ലെയിൻ ദിസ് ടു പീപ്പിൾ? ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, ഹൗ ഡു യു എക്സ്പ്ലെയിൻ ഇറ്റ് ടു യുവർ പേഷ്യൻസ്? സോ ഈ ഡിസീസ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഐ ഡീൽ വിത്ത്, ഞാൻ ബ്ലഡ് ക്യാൻസറാണ് ചികിത്സിക്കുന്നത്. അതിന് അതർ ബാക്കി ബ്ലഡ് ക്യാൻസർ അല്ലാത്ത ബ്ലഡിന് അസുഖങ്ങൾ. ഓക്കെ, ഇപ്പോൾ ബ്ലഡ് ക്യാൻസറിന് അസുഖമില്ല, ദർ ഇസ് നോ അസുഖം ലൈക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് മനസ്സിലാക്കുക എളുപ്പത്തിൽ നമ്മൾ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നതാണ്. അതിന് പല സബ് ഡിവിഷൻസാണ്, മോർ ദാൻ 50 ടൈപ്സ് ഓഫ് ബ്ലഡ് ക്യാൻസേഴ്സ് ഉണ്ട്. ഓരോ ബ്ലഡ് ക്യാൻസറിൻ്റെ ഔട്ട്കംസും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ സാധാരണ ഒരു ഗതി ഞാൻ ചോദിക്കാം, അപ്പം അതിനോട് ഞാൻ ചോദിക്കാം, ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ കീമോ ആണോ ചികിത്സ? നമ്മളെ മനസ്സിൽ കീമോ ആയിരിക്കോ ചികിത്സ? ആണോ?
എന്റെ അറിവിൽ എനിക്ക് കുറെ ചികിത്സ ഉണ്ട് ബോൺ മാരോ ഉണ്ട്. അതൊക്കെ കീമോ അങ്ങനത്തെ ആക്ച്വലി നമ്മുടെ മൈൻഡിലുള്ളൊരു ഇത് എനിക്ക് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നു, പിന്നെ ഒരു മരുന്നില്ല, ആ മരുന്ന് ഇവിടെ നിന്നൊക്കെ ആരൊക്കെ ഓടിപ്പോയി നമ്മളെ മറ്റേ മലയാളം റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എന്നാണ് അപ്പൊ അതെ അതെ കറക്റ്റ്. അപ്പൊ ആ അതെ ആ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല ശരിക്കും ആ മരുന്ന് അങ്ങനെ ഉണ്ടോ? അത് ഉപയോഗിക്കും, പക്ഷെ ഇപ്പൊ ആരും ഉപയോഗിക്കുന്നില്ല. അതെ, അപ്പൊ അതൊന്നും കിട്ടൂല, അപ്പൊ ഉപയോഗിക്കേണ്ട ഇൻഡിക്കേഷനും ഇല്ല. അതെ ആർക്കൈക്കായി. അപ്പൊ ആക്ച്വലി ബ്ലഡ് ക്യാൻസറിൽ പല ബ്ലഡ് ക്യാൻസറിന് ഇപ്പൊ കീമോ പോലും ഉപയോഗിക്കൂല. ദർ ഇസ് നോ കീമോ ഫോർ മെനി ബ്ലഡ് ക്യാൻസേഴ്സ്. ദർ ഈസ് കീമോ ഉണ്ട്, പക്ഷെ കീമോനെക്കാട്ടും മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടുന്നത് നോൺ കീമോ ട്രീറ്റ്മെന്റ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അക്യൂട്ട് പ്രോ മൈലോസൈറ്റിക് ലുക്കീമിയ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ക്യാൻസർ ഉണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ക്യാൻസർ. ഒരു അസുഖത്തിന്റെ പേര് APL. AML ഒരു സബ് ഗ്രൂപ്പാണ്, അക്യൂട്ട് മൈലോയിഡ് ഗ്രൂപ്പിന്റെ. അതെ, അത് പണ്ട് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 30-40 ഡേയ്സ് ഒക്കെ ഒരു പേഷ്യന്റ് സർവൈവ് ചെയ്തു ട്രീറ്റ്മെന്റ് ഇല്ലാതെ. ഇത് മോസ്റ്റ് മാലിഗ്നന്റ് ക്യാൻസർ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അതെ, ബ്ലീഡിങ് ആയിട്ട് നിങ്ങൾ പറഞ്ഞല്ലേ ബ്ലഡ് വരുന്നത് അങ്ങനെയൊക്കെ ആവും. ഇപ്പം അതിന് കീമോ കൊടുക്കുകയില്ല. ആർസനിക് ട്രയോക്സൈഡ് എന്ന് പറഞ്ഞ ഹെവി മെറ്റലും പിന്നെ ഒരു വൈറ്റമിൻ എന്റെ വേറൊരു രൂപം വെച്ചിട്ടാണ്. സോ ഒരു ബ്ലഡ് ക്യാൻസറിന് ചികിത്സിക്കുന്ന വൈറ്റമിനും മെറ്റൽ വെച്ചിട്ടാണ്. ഒന്ന് ഓറൽ ഒന്ന് IV. ആ IVക്ക് ഇപ്പോൾ ഓറൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അവിടെ ഇന്ത്യയിൽ ഇല്ലാന്നേ ഉള്ളൂ. സോ നിങ്ങളിപ്പം 30 കൊല്ലം മുമ്പേ 50 കൊല്ലം മുമ്പേ മെറ്റലും വൈറ്റമിൻ വെച്ചിട്ട് ഒരു സീരിയസ് ആയി ലുക്കീമിയനെ ചികിത്സിച്ചിട്ട് 98% ക്യൂറാണ്. എന്ന് പറഞ്ഞാൽ 100 രോഗികളിൽ 98% പേര് ക്യൂർ ആവും. മേജർ ഡിസീസ് അല്ലാതാവാണ്. അതെ, മേജർ ഡിസീസ് മാത്രമല്ല, ആക്ച്വലി TBനെക്കാട്ടും ബെറ്റർ അല്ല അങ്ങനെ നോക്കുമ്പോൾ. ഔട്ട്കംസ് ബെറ്റർ ആണ്, ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഇല്ല, കോൺസിക്വൻസസ് ഇല്ല, സൈഡ് എഫക്ട്സ് ഒക്കെ ലിമിറ്റഡ് ആണ്. അങ്ങനത്തെ അസുഖമുണ്ട്. യെസ്, പലതും. അതെ, അപ്പൊ ഞാൻ എൻ്റെ പഠിച്ച കാലത്ത് CLL എന്ന് പറഞ്ഞ വേറൊരു ലുക്കീമിയ ഉണ്ട്, ലിംഫോമ ടൈപ്പ് ഓഫ് ലുക്കീമിയാണ്. ആ സമയത്ത് നമ്മൾ ഡിസ്കഷൻ എങ്ങനെയെന്ന് പറയാം, നമ്മളെ പ്രൊഫസർമാരും നമ്മളിങ്ങനെ ഇരിക്കും, ഒരു പേഷ്യൻറ്റ് നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്യും. അപ്പോൾ നമ്മൾ ഡിസ്കഷൻ ഈ കീമോ വേണോ, അപ്പം ഈ കീമോ വേണോ. അപ്പോൾ ഒരു പ്രൊഫസർ പറയും അല്ല ഇത് വേണ്ട, അപ്പോൾ മറ്റേ പ്രൊഫസർ അല്ല ഇത് തന്നെ മതി, ഇതിനാണല്ലോ ഡാറ്റ ഉള്ളത്. ഇപ്പോൾ കീമോയെ കൊടുക്കുന്നില്ല അതിന്. ഇപ്പോൾ ഒരു ടാബ്ലറ്റ് ആണ്, ഈ ഷുഗർ BP ഒക്കെ കഴിക്കുന്ന പോലെ സിമ്പിളായിട്ടുള്ള ടാബ്ലറ്റ് വെച്ചിട്ട് ആ അസുഖം ഇങ്ങനെ പേഷ്യൻ്റ് ഓക്കെ ആയിട്ടിരിക്കും. ഈ CML എന്നൊക്കെ പറഞ്ഞ അസുഖമുണ്ട്, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. അത് പണ്ട് ഒരു 50 years ബാക്ക്, ഒരു 40 years ബാക്ക് ഇതിന് പ്രത്യേകിച്ച് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ ക്യൂർ ആവില്ലായിരുന്നു. CML വന്ന ഒരു പേഷ്യൻ്റ് ആഫ്റ്റർ ഒരു 5 year കഴിഞ്ഞാൽ അത് സ്റ്റേജ് 3 ബ്ലാസ്റ്റ് എത്തിയിട്ട് സർവൈവ് ചെയ്യില്ല ആ സമയത്ത്. അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് വലിയ കഥയാണ്. അത് ഒരു ഹ്യൂജ് ട്രീറ്റ്മെൻറ്റ്. ഈവൺ നൗ ഒരു ഇറ്റ്സ് എ ഡേഞ്ചറസ് ട്രീറ്റ്മെൻറ്റ് ഓൾസോ. കുറേ പേര് ക്യൂർ ആവുന്ന ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ആ അസുഖത്തിന് ഇപ്പോൾ കേരളത്തിൽ 600 രൂപേൻ്റെ ഒരു മരുന്നുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കൊടുത്തൊരു പേഷ്യൻ്റ് ഓക്കെ ആയിരിക്കും ജീവിതകാലം, നോർമൽ ലൈഫ്. ഷുഗറിനോ ബിപിക്കോ മരുന്ന് കഴിക്കുന്ന പോലെ. 600 രൂപയ്ക്ക് ഷുഗറിനും BP മരുന്നുണ്ടോ എന്ന് ഉണ്ടാവും, പക്ഷേ ഉണ്ട്. പക്ഷേ സോ അത്രയും ചീപ്പായിട്ട് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ പേഷ്യൻ്റ് ഈസ് ഓക്കെ നൗ. ദാറ്റ് ഈസ് ബിക്കോസ് സയൻസ് ഹസ് ഡെവലപ്ഡ് സോ മച്ച്. എത്രയോ പുതിയ മോളിക്യൂൾസും ഈ സെൽ ബയോളജിയും ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ്. അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പഠിക്കുന്ന കാലത്തുള്ള കഥയാണോ, അത് അത്ര പഴയതൊന്നുമല്ല. എത്ര 10 കൊല്ലം മുമ്പ്, 15-20 കൊല്ലം മുമ്പ് അതിന്റെ ഇടയിൽ ആ സ്പീഡിലാണ് ഇത് ഡെവലപ്പ് ആയത്. ഡേറ്റ ഇൻ ക്യാൻസർ ഈസ് കമ്മിങ് എക്സ്പോണൻഷ്യലി ഫാസ്റ്റ്. വി കനോട്ട് കീപ്പ് അപ്പ്. യെസ്, ഒരു പ്രോപ്പറായിട്ട് അക്കാഡമിക്കിൽ മാത്രം ഇരിക്കുന്ന ഒരാൾക്ക് പോലും കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഡിസീസ് സ്പെസിഫിക്, അതുകൊണ്ടാണ് ഡിസീസ് സ്പെസിഫിക്കും ഓർഗൻ സ്പെസിഫിക്കും ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഒരു മൂവ്മെന്റ് അതിനകത്ത് മുമ്പേ ഉണ്ട്, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. ഓർഗൻ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രോഡ്ലി സ്പേസ്, ഇപ്പൊ രാകേഷ് ഇസ് എ ഹെമറ്റോളജിസ്റ്റ്, ഈസ് ഓൺലി ഡൂയിങ് ഹെമറ്റോളജി, ബ്ലഡ് ക്യാൻസേഴ്സ്. അതേപോലെ ഇപ്പൊ ഐ എം സർജിക്കൽ. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ SSO 2025 ദാറ്റ് ഇസ് US ഒരു കോൺഫറൻസ് ഉണ്ട്. അപ്പൊ അവിടെ പോയപ്പം നമ്മളിങ്ങനെ കുറെ സാർമാരെ കാണും. അതിനകത്തൊരു കാറ്റ്സ് എന്ന് പറഞ്ഞൊരു പാൻക്രിയാറ്റിക് സർജൻ, ഹി ഡസ് ഓൺലി പാൻക്രിയാസ്. സോ നമ്മുടെ നാട്ടില് സർജിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ജനറൽ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് കൂടുതൽ. ബിക്കോസ് നമ്മുടെ നാട്ടില് ഇപ്പൊ ആവശ്യമുള്ളത് ജനറൽ സർജിക്കൽ ഓങ്കോളജിസ്റ്റ്. കേരളത്തിലെ ഞാൻ പറയല്ല, ഇന്ത്യ ഫുൾ ആയിട്ട് ഞാൻ പറയുന്നത്. ബിക്കോസ് ദർ ഇസ് എ
ഡെർത്ത് ഓഫ് ഡോക്ടർമാര്. എങ്ങനെ നോക്കിയാലും ഡോക്ടർമാർ ഇപ്പം ഒരു കല്ലെറിഞ്ഞാൽ എവിടെയാണ് ഒരു ഡോക്ടറെയോ എഞ്ചിനീയറെയോ തട്ടൊന്നും പറയുന്ന പോലെ, പക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും ആ സീൻ. ഐ സ്റ്റിൽ ഫീൽ ഇന്ത്യ മൊത്തമായിട്ട് എടുത്താൽ സ്റ്റിൽ ദർ ഇസ് എ ഡെഫിഷ്യൻസി ഓഫ് ഡോക്ടർ. അപ്പൊ വെൻ ഐ ടോക്ക് ടു ദിസ് പേഴ്സൺ, ആള് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു സർജിക്കൽ ഓങ്കോളജി. ഇല്ല, എന്ത് ഫീൽഡാ ചെയ്യണം? ഞാൻ പറഞ്ഞു ബ്രസ്റ്റ് ചെയ്യും, തൈറോയിഡ് ചെയ്യും, കോളൻ ചെയ്യും, റെക്ടം ചെയ്യും. But then you are a general surgeon. So the point is in time ഒരു ഓർഗൻ സ്പെസിഫിക് ആയിട്ട് ചെയ്ത, ഇപ്പം റേഡിയോളജി, ഇപ്പം കോളോറെക്ടം കുടലിന്റെയും വൻകുടലിന്റെ ഒക്കെ ആണെങ്കിൽ അതിന്റെ മാത്രം സ്കാൻ ചെയ്യുന്നു, കീമോ അതിന്റെ മാത്രം ചെയ്യുന്നു. ഇതിനെയൊക്കെ വിളിക്കുന്നത് ഡിസീസ് മാനേജ്മെന്റ് ഗ്രൂപ്പ്സ്. So that particular disease management group will have a radiologist who only sees scans of that. അതിന്റെ കീമോ കൊടുക്കുന്ന ഒരാൾ മാത്രം ഉണ്ടാവും, അതിന്റെ പോസ്റ്റ് ഓപ്പ് നോക്കുന്ന ഒരാൾ, സർജറി ചെയ്യുന്ന അത് മാത്രം. അപ്പൊ യു ഹാവ് എ സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അവന് ഇത് മാത്രമേ കാണുന്നുള്ളൂ, എല്ലാ ദിവസവും തന്നെ കണ്ടുകൊണ്ടിരിക്കുക. സോ ഒബ്വിയസ്ലി അത് അങ്ങനത്തെ ഒരാളുടെ അടുത്ത് പോകുന്നു, അതിന്റെ ഒരു ലെവൽ ഓഫ് കെയർ വിൽ ഗോ അപ്പ്, ഒരു നോച്ചപ്പ്. പക്ഷെ ഇപ്പത്തെ നമ്മുടെ നാട്ടില് ഇഫ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇത് മാത്രമേ കാണൂ എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് ഇരുന്ന പ്രാക്ടിക്കലി ഇറ്റ് പേഷ്യൻസ് വരാൻ സമയമെടുക്കും. സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഹേർഡിൽ. അതൊരു ജനറൽ എക്കോസിസ്റ്റത്തിന്റെ സ്വഭാവം. നമ്മുടെ ജനറൽ എക്കോസിസ്റ്റം, നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും they want to see the most senior and best doctor, but what is he the best doctor in? What is he subspecializing in എന്ന് പറഞ്ഞ ചോദ്യം. ഇപ്പം ശ്രീചിത്ര ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താലും ദേ ഹാവ് ഓർഗൻ സ്പെസിഫിക്. അതുപോലെ തന്നെ ന്യൂറോളജിയിൽ ഓർഗൻ സ്പെസിഫിക്, മൂവ്മെന്റ് ഡിസോർഡർ, എപ്പിലെപ്സി മാത്രം കാണും, അല്ലെങ്കിൽ സ്ട്രോക്ക് മാത്രം കാണും. അതേപോലെ തന്നെ ഐ തിങ്ക് ഓൾ ഗുഡ് സെന്റേഴ്സ് should finally be organs. അല്ല, ആളുകളുടെ മനസ്സിലുള്ള ലൈക്ക് ഒരു ജനറിക് തോട്ടിൽ ഇപ്പം മുമ്പത്തെ പോലെ ഇപ്പം MBBS പോരാ, MD വേണം, MD തന്നെ ഇന്ന ഡോക്ടർ, ഇപ്പൊ കാർഡിയോളജിസ്റ്റിനെ കാണണം, ആ ഒരു ലൈനിൽ അവർ എത്തിയിട്ടുണ്ട്. ഫിസിയോളജിസ്റ്റിനെ കാണണം. അപ്പൊ ജനങ്ങൾക്ക് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ഇന്റേണൽ മെഡിസിൻ ഡോക്ടർ ഉണ്ടാവുന്ന അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഐ മീൻ ഇപ്പം ഇന്റേണൽ മെഡിസിൻ ഡോക്ടർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്ടർ എന്നാണ്. ഐ എം എ ഹെമറ്റോളജിസ്റ്റ്. ആഫ്റ്റർ ഡൂയിങ് ഇന്റേണൽ മെഡിസിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഹെമറ്റോളജിയിലേക്ക് പോയി. ബട്ട് സ്റ്റിൽ പല അസുഖങ്ങളും ഈ ഓരോ സ്പെഷ്യാലിറ്റി പോകുമ്പോഴും മിസ്സായി പോകും. അപ്പോൾ ഒരു internal medicine specialist in the role is always and big. Also they could have a larger impact in the sense, yes, 100%. in the sense ഞാൻ എനിക്കറിയാവുന്ന ഒരു കേസ് പറയാം. In my family അപ്പോൾ I think they went with a routine എന്താ പറയുക ബാക്ക് പെയിൻ. ഈ ഡോക്ടർ പോയി കണ്ടു. സാധാരണ ഇതിനായിട്ട് ഇപ്പം ആരും എന്താ പറയുക ഇങ്ങനത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോ വരില്ലല്ലോ. ബട്ട് സംഹൗ എങ്ങനെയാണ് അയാൾ ചെയ്തതെന്നെങ്കിൽ ദിസ് വാസ് വേ ബാക്ക് വെൻ ഐ വാസ് ഇൻ സ്കൂൾ. പക്ഷെ അയാൾ നോക്കിയിട്ട് പറഞ്ഞു യു ഷുഡ് ഗോ ആൻഡ് മീറ്റ് സോ ആൻഡ് സോ. അന്നത്തെ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇൻ കാലിക്കറ്റ്. ആൻഡ് ഓവർ ദ ടൈം ഹി വാസ് ഡയഗ്നോസ്ഡ്. അയാൾ സംശയമാണ് പറഞ്ഞത്. ഹി വാസ് തിങ്കിങ് ലൈക്ക് എന്താ അയാൾ ചിന്തിച്ചതെന്നോ അയാൾ കണ്ടതെന്തോ. എന്തായാലും വലിയ സർജറിയോ ടെസ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല. whatever he could observe, he told you go and there. And obviously ഇവിടെ ട്രീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ടൈപ്പ് ക്യാൻസർ ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഉള്ള ഈ ഒരു എന്താ പറയുക ഇത് കണ്ടുപിടിക്കുന്ന പിക്കപ്പ് ചെയ്യുന്നതിൽ മേ ബി ദേ ഹാവ് എ റോൾ. ഡെഫിനറ്റ്ലി. കാര്യം എന്ന് വെച്ചാൽ ഈ ഇന്റേണൽ മെഡിസിൻ ഇപ്പോഴും ക്യാൻസർ അങ്ങനെ യു കനോട്ട് സേ ക്യാൻസർ ഇസ് ദ മോസ്റ്റ് കോമൺ. നോട്ട് ദ മോസ്റ്റ് കോമൺ. അപ്പം നമ്മൾ ക്യാൻസറിനെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഓർഗൻ സ്പെസിഫിസിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഐ എം സേയിങ് അബൌട്ട് ഡയഗ്നോസ്ഡ് കേസ്. വാട്ട് ഐ എം സേയിങ് ഇസ് വാട്ട് ഹി സെഡ്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്റേണൽ മെഡിസിൻ ഡോക്ടർ, നല്ലൊരു ഇന്റേണൽ മെഡിസിൻ ഡോക്ടർ is very much required because നമ്മുടെ 80% of diseases which have to be diagnosed are by the physician. Yes, correct. Physician is the most important person. ഇത് വേറൊരു ഇതില്ല, നമ്മളില്ല ഈ ആൾക്കാരെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി തപ്പി നേരെ വയറുവേദന നേരെ ഗ്യാസ്ട്രോഡ് എടുത്ത് പോകുന്ന പരിപാടിയൊക്കെ. ഇത് എന്താ പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി. നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എടുത്തെടുത്ത് വരും. ആക്ച്വലി നമ്മൾ കുറച്ചുകൂടി നാരോ അല്ല MD പീഡിയാട്രിക്സ് ചെയ്യുമ്പോൾ PSG-ലെ ഐ തിങ്ക് ജോൺ മത്ത പീഡിയാട്രിക് ഗാസ്ട്രോഎൻട്രോളജി സാറ് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു ആർ വേ സ്മാർട്ടർ ദാൻ മീ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഐ വാസ് സ്മാർട്ടർ. ദെൻ ഐ ബിക്കേം ദ പ്രൊഫസർ ആൽബിൻ ടീച്ചിങ് ഇതിൽ പോയി പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി എടുത്തു. ഐ ആം വെരി നാരോ. എനിക്ക് വേറൊന്നും അറിയില്ല. നെൽസന്റെ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ചോദിച്ചാൽ യു മൈറ്റ് ബി ഏബിൾ ടു ആൻസർ, ഐ വോണ്ട് ബി ഏബിൾ ടു ആൻസർ. സോ ഇത് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വന്നാലും
വിൽ നാരോലി തിങ്ക് അത് മാത്രമാണെന്ന് വിചാരിക്കുന്നത്. ബ്രോഡർ പിക്ചർ കാണണമെങ്കിൽ ഇന്റേണൽ മെഡിസിനും പീഡിയാട്രിക്സ് എടുക്കണേ ജനറൽ പീഡിയാട്രിക്സ്. ഫ്ലൈറ്റിൽ ആരോ കൊളാപ്സ് ചെയ്തു. സോ ഇസ് ദേർ എ ഡോക്ടർ, ഓർത്തോപീഡിക് സർജൻ, നോ ഇസ് ദേർ എനി അതർ ഡോക്ടർ? പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ചെറിയ വേദനകളും ചെറിയ പ്രശ്നങ്ങളും വിച്ച് ഇസ് നോട്ട് വെരി മച്ച് സീരിയസ്, അതൊരു ഇന്റേണൽ മെഡിസിൻ ഡോക്ടറെ അടുത്ത് പോകുന്നത് നല്ലത്. എന്റെ അടുത്ത് വന്ന് ഞാനത് ഇമീഡിയറ്റ്ലി ഫസ്റ്റ് തിങ്ക് ചെയ്യുന്നത് കുറെ അതും അതേപോലെ തന്നെ വി മൈ തിങ്ക് ഓവർ തിങ്ക്. അത് കഴിഞ്ഞ് ഈ ക്യാൻസർ കണ്ട് അതിന്റെ ഫസ്റ്റ് ഡയഗ്നോസിസ് ഓൺകോളജി റിലേറ്റഡ് ആയിരുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും മേ ബി നമ്മൾ ലോജിക്കലി പറയുന്ന. യൂഷ്വലി ദാറ്റ് ഈസ് ദ റൈറ്റ് വൺ. ഇതിനോട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ലൈക്ക് ഇപ്പം നമ്മളുടെ കേരളത്തില് ഓൾസോ നമ്മുടെ ക്യാൻസർ ബർഡൻ വളരെ കൂടുതലാണല്ലോ. ഈവൻ നാഷണൽ ലെവലിന്റെ ഒരു ഡബിൾ ഒക്കെയാന്ന് പറയാം. അപ്പൊ ഇവിടെ മേ ബി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ you may be getting stage 3 or stage 4 or like more progressed disease ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് മെജോറിറ്റി എത്തുന്നത്. അത് ഇഫ് സംഹൗ അത് കുറച്ചുകൂടി നേരത്തെ അവർ എത്തിയിരുന്നെങ്കിൽ you could definitely help them better അല്ലേ? Probably more true for solid organs. Yeah. Pediatrically പിന്നെ കുറെയൊക്കെ ലൊക്കേഷൻ പോലെ I'll tell you. See, എൻ്റെ ട്രെയിനിങ് when I did in Delhi AIMS, ഞാൻ പറഞ്ഞ AIMS is the only place where every North Indian വരാൻ പറ്റുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. അതിന് ചുറ്റും അപ്പുറത്തൊന്നും ഹോസ്പിറ്റൽസ് ഒന്നും കാര്യമായിട്ട് ഉണ്ട്. ഇപ്പോഴൊക്കെ വന്ന് തുടങ്ങി, പക്ഷെ നോട്ട് ലൈക്ക് പണ്ടത്തെ പോലെ ഒന്നും അല്ല. പണ്ട് AIMS മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നു. AIMS നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ AIMSന്റെ ക്യാമ്പസിൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കുന്ന കാണാം നമുക്ക്, അങ്ങനെ ബെഡൊന്നും കിട്ടാതെ. ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഒരു ഡയറി ഉണ്ടായിരുന്നു. ഡയറിയിൽ ഇങ്ങനെ പേരായിരുന്നു. ബെഡില്ലാത്തതുകൊണ്ട് രോഗികളുടെ പേര് എഴുതും. ലുക്കീമിയുള്ള രോഗികളുടെ പേര് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. ഒരു ബെഡ് കിട്ടുമ്പോൾ നമ്മൾ അവരെ വിളിക്കും, നിങ്ങൾ എന്തായിരുന്നു. അപ്പം ചിലപ്പോൾ അവർ സർവൈവ് ചെയ്തിട്ടുണ്ടാവില്ല. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സെക്യുറലൈസേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇല്ല. എല്ലാവരും ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ ദ മെയിൻ സെൻറ്റർ, ഡൽഹി AIMS. പക്ഷെ ഇപ്പം പിന്നെ പല സ്ഥലത്ത് AIMS ഒക്കെ വന്നുകൊണ്ട് ഇത്തിരി ട്രീറ്റ്മെൻ്റ് ഒക്കെ അവിടെയൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ അത്ര പൈസ ഇല്ലാത്ത ആൾക്കാർക്ക്. പക്ഷെ കേരളം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഡെവലപ്ഡ് ഹെൽത്ത് കെയർ ആണ്. എല്ലാ ഡോക്ടേഴ്സും പല നല്ല ഹോസ്പിറ്റൽസും എല്ലാ സിറ്റിയിലും. ഒരു നല്ല ഹോസ്പിറ്റൽ ഇല്ലാത്ത സിറ്റിയൊക്കെ ഇപ്പോൾ കുറവായിരിക്കും. ആക്സസിബിലിറ്റി ഒരു കാർഡിയോളജിസ്റ്റിനെയോ ഒരു ഹെമറ്റോളജിസ്റ്റിനെയോ കാണണമെങ്കിൽ you can directly go book within a week. You can see even 40 days. Next day you can see. മറ്റേ ബീഹാറിൽ ആൾക്ക് എവിടെ എത്തണം? ഡൽഹി എത്തണ്ടേ? അതെ, ട്രെയിൻ പിടിച്ചു പോകണം. ആക്ച്വലി കേരളത്തില് കമ്പയർ ടു റെസ്റ്റ് ഓഫ് ഇന്ത്യ അഡ്വാൻസ് സ്റ്റേജ് അത്ര കാണുന്നില്ല. ഇപ്പൊ എന്റെ പീഡിയാട്രിക്കലി പറയുന്നത് റെറ്റിനോബ്ലാസ്റ്റോമ പറഞ്ഞൊരു അസുഖം. ഫോറിനിൽ അതിന്റെ എല്ലാം കണ്ണിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ലീഷൻ ആകുമ്പോഴേ സ്ക്രീൻ ചെയ്ത് കണ്ടു. നമ്മുടെ എവിടെയും റീസണബിളി ലോക്കലൈസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഡൽഹിയിലൊക്കെ ഐ തിങ്ക് ഇപ്പോഴും ഈ കണ്ണ് ഇങ്ങനെ അസുഖം കണ്ണ് പുറത്ത് കണ്ണ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അപ്പോഴേ അറിയുള്ളൂ ആ സ്റ്റേജിലെ ആൾക്കാർ. കാരണം അവിടെ സിറ്റി വൈസ് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. ഞാൻ അങ്ങനത്തെ കണ്ടിട്ടേ ഇല്ല. People are very careful when it comes to children, but അല്ല, ചിൽഡ്രൻ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിപ്പം AIMS തന്നെ നമ്മൾ ലുക്കീമിയ ചികിത്സിക്കുമ്പോൾ മെജോറിറ്റി ആർ ബോയ് ചൈൽഡ്സ്. ഈ കുട്ടികളെ നമ്മൾ ചികിത്സിക്കൂലേ, അഡൽട്സിനെ ചികിത്സിക്കുമ്പോഴും AIMS ഡൽഹിയിൽ അഡ്മിറ്റ് ആവുന്ന മിക്കവാറും ആണുങ്ങളായിരിക്കും. പല ഞാൻ കണ്ടിട്ട് രാജസ്ഥാനിലൊക്കെ പെൺകുട്ടികളാണെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുപോകും, ചികിത്സിക്കൂല. ഈവൻ ഫ്രീ ചികിത്സ ആയിട്ട് പോലും. ദിസ് ഇസ് ട്രൂ. നമ്മൾ മലയാളികൾ കേരളത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതാ മനസ്സിലാവുക. കുറച്ച് കോൺട്രവേഴ്ഷ്യലാണ്. ഞാൻ ഹുബ്ലിയിൽ ഇരിക്കുമ്പോഴും, കാരണം എൻ്റെ MD പീഡിയാട്രിക്സ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹുബ്ലി, അവിടെ ഇങ്ങനെ NICU ഇങ്ങനെ ബേബി, അപ്പം നമ്മൾ വിളിച്ചൊരു ബേബി സിക്കാണ്, അതാണ് എന്തെങ്കിലും ചെയ്ത് രക്ഷ ഇത് ആൺകുട്ടിയാണ്. അപ്പൊ എനിക്ക് ദേഷ്യം വരും. പിന്നെ എന്തെങ്കിലും ഞാൻ പലർക്ക് ചീത്തയൊക്കെ പറയും, എന്താ പെൺകുട്ടിയാണെങ്കിൽ ചികിത്സിച്ചൂടെ അങ്ങനെ. പിന്നെ ചിലതുണ്ട് പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ചികിത്സിക്കണ്ട. ഈവൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എല്ലാം ഫ്രീ. വേണ്ട ഞാൻ കൊണ്ടുപോകും. ഇതിനെ ഞാൻ പറയാം. അപ്പൊ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കേരള ഈസ് വെരി ഡിഫറെന്റ്. കേരളത്തിൽ പിന്നെ അതേപോലെ അഡോപ്ഷന്റെ എടുത്തു കഴിഞ്ഞാല് കേരളയിൽ പെൺകുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ കിട്ടില്ല. എല്ലാവരും ആദ്യം പെൺകുട്ടികളാണല്ലോ ബെറ്റർ. കേരള ഹെൽത്ത് സെക്ടറും കേരള ഹെൽത്ത് ഇൻഡസ്ട്രീസും എല്ലാം ഡിഫറെന്റ്. യു കാൻ കമ്പയർ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, AIMS നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റോ ലുക്കീമിയ ചികിത്സ ചെയ്യുമ്പോൾ ഈ ഇതിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറയും, കീമോ കൊടുക്കുമ്പോൾ അറിയാം ഡിസീസ് കാരണം, അസുഖങ്ങൾ ലുക്കീമിയ കാരണം കുറയും. അപ്പം നമ്മളിങ്ങനെ ആണുങ്ങളെ ചികിത്സിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. പെണ്ണുങ്ങളൊക്കെ ഇടയ്ക്ക് വരും.
പക്ഷെ അപ്പം ഈ ട്രീറ്റ്മെന്റിലൊക്കെ മെയിൻ ഒരു സാധനമാണ് ഈ പീരിയഡ്സ് നിർത്തുന്ന ട്രീറ്റ്മെന്റ്. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ മറന്നു പോകും. കാരണം ആണുങ്ങളെ ട്രീറ്റ് ചെയ്തിട്ട് യു ഡോണ്ട് തിങ്ക്. കാരണം നമ്മളിപ്പോൾ എയിംസിലെ ലിസ്റ്റ് നോക്കുക, RTF മെജോറിറ്റി ആണുങ്ങളായിരിക്കും പേഷ്യൻസ്. ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ഒക്കെ വലിയ ചികിത്സയല്ലേ, അതൊക്കെ നമ്മൾ ചെയ്യുന്ന മിക്കവാറും പേഷ്യൻസ് ആണുങ്ങളായിരിക്കും. സ്ത്രീകളുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞാൽ അത്ര ഡിഫറൻസ് ആണ് നോർത്ത് ഇന്ത്യ ആൻഡ് കേരള. കേരള I feel raising a girl child is easier and better. I have two girls. So this is very very different. വേറൊരു നമ്മള് ഇതുവരെ പറയാത്തൊരു കാര്യം, ഇവിടെ ബ്ലഡ് കിട്ടുന്നത് റൈറ്റ്. അയ്യോ, MD ചെയ്യുമ്പോ തലസീമിയ പേഷ്യൻസ് ബ്ലഡിന് അവരുടെ വീട്ടുകാരെ കൊടുക്കില്ല ബ്ലഡ്. അവരല്ല ഞാൻ പറഞ്ഞ ബ്ലഡ് ബാങ്കിലായിട്ട് റീപ്ലേസ് ചെയ്യാൻ കിട്ടൂല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതെന്തുകൊണ്ടാ? അവിടെ പേടിയാ. There is lot of അന്ധവിശ്വാസം. അയ്യോ എനിക്ക് ജോലി എടുക്കണം, ഈ ബ്ലഡും കൊടുത്തിട്ടല്ലേ ഞാൻ അവിടെ 36 hours ഡ്യൂട്ടി എടുക്കുന്നത്. പുള്ളി കൊടുക്കാറുണ്ട് രോഗികൾക്ക്. കൊടുത്തു. എന്റെ HOD എന്നെ വിളിച്ചു പറഞ്ഞു ഇത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, ഇറ്റ് ഈസ് നോട്ട് വർത്ത്. അപ്പൊ എനിക്ക് അതിനൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അന്ന് ഇങ്ങനെ പെട്ടെന്ന് MD കിട്ടിയോട് എന്നെ ഭയങ്കര ആവേശത്തിൽ പോയതാണ്. എന്റെ സീനിയർ എന്നെ ചീത്ത പറഞ്ഞു, നീ മേലെ ഈ പരിപാടികൾ ചെയ്യരുത്. ഞങ്ങളുടെ കുട്ടി ബ്ലഡ് ഇല്ലാതെ, അത് ഫസ്റ്റ് കൊടുത്ത കുട്ടി തലസീമിയ അല്ല, ഇറ്റ് വാസ് വേറെന്തോ സെപ്സിസ്, അങ്ങനെ സിക്ക് ആയിരിക്കുമ്പോൾ ആരും കൊടുക്കുന്നില്ല. AB പോസിറ്റീവ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ AB പോസിറ്റീവ് എന്ന് പറഞ്ഞു. കൊടുക്കണ്ട, കാരണം എന്താ, ഇത്രയും റിലേറ്റീവ്സ് ഉണ്ട്, ഒരാളും കൊടുക്കുന്നു. നോർത്ത് ഇന്ത്യയിലെ ഒരു കാര്യമുണ്ട്, ഇറ്റ്സ് എ ഗുഡ് തിങ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഇല്ല നോർത്ത് ഇന്ത്യയിലെ മെയിൻ ഹോസ്പിറ്റൽ. ദർ ക്വാളിറ്റി ഇസ് much better than any other place in South India. We would think South is maybe better in education and those. In terms of the facilities which is available to the government sector, നല്ല ഹോസ്പിറ്റൽസിൽ PG Chandigarh, AIIMS Delhi, probably they are more funded. ഇവിടെ ഫണ്ടിങ് അത്ര പേര് ഉണ്ടാവില്ലല്ലോ. Quality is very high. Yes, the difference is they are very well funded by the central government. അവിടെ ഗ്യാപ്പ് വരുന്നത് ഈ സ്റ്റേറ്റിലെ ഹോസ്പിറ്റൽസ് ഇല്ലേ, അവിടെ അത്ര ഫെസിലിറ്റീസും ഒന്നും ഇല്ലാത്തതുകൊണ്ടും അതിനെക്കാട്ടും കൂടുതൽ ഈവൻ സ്റ്റേറ്റിലെ മെഡിക്കൽ കോളേജിലൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഞങ്ങൾ അവിടെ പോയപ്പോൾ നിങ്ങൾ വെച്ച് കേരള വിൽ ബി ദ ബെസ്റ്റ് ഇൻ മെഡിക്കൽ കോളേജസ് ഓൾസോ. കേരള ഇസ് ഗുഡ്, പക്ഷേ അവിടുത്തെ പ്രൊഫസർമാരും ഇവരൊക്കെ അല്ലേ, എയിംസ് ഡൽഹിയിലെ ഉദ്ദേശിക്കുന്നത്, ബാക്കിയുള്ള സ്റ്റേറ്റിലെ മെഡിക്കൽ കോളേജസ് ഒക്കെ നല്ല തന്നെയാണ്. ദ ടീച്ചിങ് ഇസ് ഗുഡ്, പേഷ്യൻ്റ് ലോഡ് ഇസ് ഗുഡ്, ഒക്കെ നല്ലതാണ്. അവിടെ വ്യത്യാസമുള്ളത് പ്രൈമറി ഹെൽത്ത് കെയറും ഈ ഹാർഡ് വർക്കിംഗ് ആശാ വർക്കേഴ്സ്, അത് ഭയങ്കര ഇവിടെ പീപ്പിൾ ആർ മോർ അവെയർ. അല്ല, നേരത്തെ പറഞ്ഞ സംഭവം എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ മറ്റേ RML ഹോസ്പിറ്റൽ, ഡൽഹി, ഇറ്റ്സ് എ ഗുഡ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഡെഫിനറ്റ്ലി. ഞാൻ ഒരിക്കൽ വെൻ വിത്ത് എ ഫ്രണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ ഫസ്റ്റ് OP കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ തൊട്ടുള്ള they write very detailed. Yes. I would say better than Kerala. Of course. Yes. I can read it. Like നമുക്കൊരു ചാനൽ ഉണ്ടല്ലോ ഡോക്ടർമാർ ഇങ്ങനെ വന്ന പേഷ്യന്റ് കംസ് വിത്ത് ദിസ്, ഇവിടെ ബ്ലഡ് പ്രഷർ ഡീറ്റെയിൽസ് എഴുതി, മെഡിക്കേഷൻ എഴുതി, മറ്റേ ഇൻഡിക്കേഷൻ. അതൊരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് RML. Yes, even though it's Delhi സ്റ്റേറ്റിലാണെങ്കിൽ a lot of it will be subjective. Depends on who you are saying. അല്ല, നമ്മളെ still we would feel നോർത്ത് ഇന്ത്യ താഴെ ആയിരിക്കുന്നു, അങ്ങനെയല്ല. that perception is what perception is. ഞാൻ വിചാരിച്ചു എല്ലാം നല്ലതും കേരളത്തിലായിരിക്കും, ബട്ട് അങ്ങനെയല്ല. ദേ ആർ ഗുഡ്, മെഡിക്കൽ കോളേജസ് ഒക്കെ നല്ലതാ, ഇറ്റ്സ് നോട്ട് ബാഡ്. പിന്നെ വർക്ക് കൾച്ചർ ഔട്ട്, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് ട്രൂ. ഞാൻ കണ്ട PG-കാർക്ക് അത്യാവശ്യം നല്ല ഉറങ്ങി വൃത്തിയായി സമയത്തിന് ഡ്യൂട്ടി, അതൊക്കെ തോന്നല കേട്ടോ, അത് നമ്മൾ അതൊന്നുമില്ല. ശരിക്കും നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം. അല്ല, ഇത് ഞാൻ എന്നാ പറഞ്ഞ വൈഫ് ഡോക്ടറാണ്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേരളത്തിലെ. വട്ടവർ നമ്മൾ പറഞ്ഞ എന്തൊക്കെയോ ഹെൽത്ത് കെയറിൽ അതാവണം ഇതാവണം, ഹോസ്പിറ്റൽസ് അങ്ങനെ ആവണം, നിങ്ങൾ പറഞ്ഞ ആശാ വർക്കേഴ്സ്, എവറിത്തിങ് എല്ലാം നല്ല. ബട്ട് ഒരു എന്താ പറയുക, ഇന്റേണ്, ഒരു MBBS ഇന്റേണ്, PG ഇന്റേണ്, ഡിഫറെന്റ് സ്റ്റോറി ഓൾ ടുഗദർ. എന്തുകൊണ്ട്, ലൈക്ക് ഹൗ കുഡ് യു മേക്ക് ദം വർക്ക് ഫോർ ലൈക്ക് 36 hours, 48 hours? there's no option. It's everywhere like that. Yeah, but ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ, ഇപ്പൊ എല്ലാരോടും ഞങ്ങളോടൊക്കെ ഉറങ്ങാൻ പറയുന്ന ആൾക്കാരാണ് ഡോക്ടർമാര്. ഉറങ്ങിയില്ല ബ്ലഡ് പ്രഷർ പോകും, അതാണ് അങ്ങനെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ചു വയ്ക്കാം. വുഡ് യു ട്രസ്റ്റ് ഗോയിങ് ഓൺ എ പ്ലെയിൻ, ഒരു പ്ലെയിനിൽ
on a pilot who has not slept 36 hours? Right. Will you trust him? Never. Driving the plane? സർജിക്കൽ സ്പെഷ്യാലിറ്റി Yeah. ആലോചിച്ച് നോക്കൂ. ന്യൂറോ സർജൻ എത്ര ദിവസമായിട്ടുണ്ടോ ഉറങ്ങിയിട്ടുണ്ടോ ആ PG? Would you trust? No. A simple question. I will not try. പക്ഷെ അറ്റ്ലീസ്റ്റ് അവരെ കയ്യിൽ കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ ഓടാൻ വേണ്ടിട്ട്. Autopilot എങ്ങനെ വന്നു? 36 hours ഉറങ്ങാത്ത ഒരു പൈലറ്റിനെ നിങ്ങളുടെ പ്ലെയിൻ ഓടിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ അതേ സമയത്ത് 36 hours വർക്ക് ചെയ്ത് ഒരു സർജറി റെസിഡന്റ് ചിലപ്പോൾ ഒരു സർജറി അസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സർജറി ക്ലോഷർ ചെയ്യാനോ അല്ലെങ്കിൽ സർജറിന്റെ മേജർ പാർട്ടോ ഒരു മൈനർ പാർട്ടോ ചെയ്യാനായിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഹിസ്റ്റോറിക്കലായി പറയുന്നത് നമ്മുടെ പ്രൊഫസർമാർ ഞാൻ 36 hours ഞാൻ 72 hours വർക്ക് ചെയ്തു. അതുകൊണ്ട് അത് തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് all of them were giants, very big legendary figures who have worked like that. ഈ toxicity ഇങ്ങനെ തന്നെ അത് എപ്പോഴും അങ്ങനെ there's other side, no? There is the volume of patients who come in. That is, I agree. Training will improve. Training of the resident will improve. I will tell you the two sides. I mean, പുള്ളി പറഞ്ഞത് ശരിയാണ്. But there is also patients. I mean, I understand. Risk is with the patients. Correct. So patients have. you are learning on the patient. Yeah. So for PG. So we have done 48-hour duty during PG, 36 hour. I mean 48 ഇതിൽ എയിംസ് ഇത്തിരി കൂടി റെഗുലേറ്റഡാ. ഓക്കെ, പക്ഷേ സ്റ്റിൽ we see more patients, our learning much improves. We see huge. Okay, but the patient will somehow suffer എന്തായാലും. I feel so. That is there. We have to agree to that. Yeah. അതൊരു അപ്രിയ സത്യമാണ്. അതെ, പക്ഷേ it will suffer somehow. To some certain extent. Yeah. And we don't know what is the extent. We don't know because we are not trained enough at that time. നമുക്ക് ആ സമയത്ത് അറിയില്ല എത്ര മാത്രമാണ് നമ്മൾ അറിയാത്തത്. ഡാമേജ് പോലും നമുക്ക് മനസ്സിലാവും, അസസ്മെന്റ് ആ സമയത്ത് ഉണ്ടാവില്ല. ബട്ട് വൺസ് യു ആർ റെസ്റ്റഡ് കൺസൾട്ടന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ യുവർ ക്ലാരിറ്റി തോട്ട് increase. But PG സമയത്ത് ഈ വർക്ക് ഓവർലോഡ്. Is there a solution to this? Because the patient load that comes to medical colleges. So I think Delhi already there is a court order. Okay. ഫോളോ അപ്പ് ചെയ്യാൻ അറിയില്ല. കുഹാസ് കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു order and regulations. But ഇത് അതനുസരിച്ചിട്ട് നമ്മളിപ്പോ വർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റിന്റെ വർക്ക് അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇവിടെ പണി നടക്കില്ല. അത് ഉറപ്പാട്ടോ, സത്യം പറയാം. കോളേജിൽ പ്രൈവറ്റ് ആയിട്ട് ഇമ്പോസിബിൾ. നമ്മളിപ്പം ഞാനൊരു സത്യം പറയാം, ഞാനൊരു പ്രൊഫസറാണ്. ഞാൻ പ്രൊഫസറാണ് വിചാരിച്ചോളൂ. മെഡിക്കൽ കോളേജ്, ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ഡൽഹി അല്ലെങ്കിൽ രാജസ്ഥാൻ. PG ഇപ്പോഴുള്ള PGസിൻ്റെ നമ്പർ വെച്ചിട്ട് ഒരു PGനോട് വന്ന് പറയാം, സാർ ഞാൻ 8 മണിക്കൂർ വർക്ക് ചെയ്തു, ഞാൻ ഇനി പോവാ. 8 മണിക്കൂറിൽ ആർക്കും ഒരു പണിയും തീർക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പേഷ്യൻ്റ് ലോഡായിരിക്കും ഈ നാട്ടിൽ. സോ ആ 8 മണിക്കൂർ റെസ്റ്റഡ് PG ആണോ നല്ലത്, അല്ലെ അൺറെസ്റ്റഡ് ആ PG 36 മണിക്കൂർ വർക്ക് ചെയ്യുന്ന PG എന്നുള്ളതിനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ബിക്കോസ് ഓഫ് ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു കം ഇൻ. അതാ ഞാൻ പറഞ്ഞത്. അപ്പം 8 മണിക്കൂർ മാത്രം വെച്ചിട്ട് ജോലി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തീരൂല. അപ്പൊ ബാക്കി രോഗികളെ ചികിത്സിക്കാൻ ആരും ഉണ്ടാവില്ല. സോ അതിന് സൊല്യൂഷൻ കൂടുതൽ ഡോക്ടേഴ്സ് ആണ്. സീനിയർ റെസിഡന്റ് ആ പോസ്റ്റിലെല്ലാം നിറയെ ഡോക്ടേഴ്സിനെ വേണം. അതപ്പോ ഇവിടെ PG ഡോക്ടർ സമരം ചെയ്ത കഴിഞ്ഞു, തീർന്നു, എല്ലാം സ്തംഭിച്ചു. അല്ല, അപ്പൊ ഈ PG സീറ്റ്സ് കൂട്ടാന്നുള്ള ഓഫ്കോഴ്സ് അതിൽ പല ഇഷ്യൂസ് ഉണ്ട്. PG സീറ്റ് കൂട്ടുക അല്ലെങ്കിൽ PG അല്ലാത്ത ആൾക്കാരും വെക്കാലോ. ഇതിനകത്ത് PG സീറ്റ്സ് കൂട്ടുന്നത് ഒരു നീജർക്ക് റിയാക്ഷൻ. ഞാൻ പറയട്ടെ, വൈ ഈസ് ദർ ഒരു വലിയ തിരക്കൊരു സെന്ററിൽ, ഒരു ടെർഷറി സെന്ററിൽ വരുന്നുണ്ട്. ഇത് റെഗുലേറ്റഡ് ആയിട്ട് PHCയും CHCയും സ്ട്രെങ്തൻ ചെയ്ത് അവിടെ നിന്ന് ആദ്യം ആൾക്കാർക്ക് എന്താ ഒരു PHCയും CHC പോവാനും ഒരു ധൈര്യം. അവിടെ ഇൻഫ്രോ ഇല്ല. ഡോക്ടേഴ്സ് will you go ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയി കാണിക്കും? Have you ever shown in a primary health center? അദ്നാൻ പോയിട്ടുണ്ടോ പ്രൈമറി ഹെൽത്ത് സെന്റർ? ഞാൻ പോയിട്ടുണ്ട്, ജനറൽ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത്. നമുക്ക് പിന്നെ പോകേണ്ട ആവശ്യമില്ല, നമ്മൾ പോകുന്നില്ല. പെർസെപ്ഷൻ ഞാൻ നാട്ടിൽ കണ്ടിട്ടുള്ള പെർസെപ്ഷൻ വെച്ചാൽ പനി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ടു ഗോ ടു PHC or CHC എന്നുള്ള ഒരു പെർസെപ്ഷൻ ആൾക്കാർക്ക്. അല്ല, അത് കാരണം അറിയോ, സ്റ്റാറ്റിസ്റ്റിക്കലി 100 പേർക്ക് പനി വന്നാൽ ഒരാൾക്ക് സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ശരിയാവില്ലേ? ഞാൻ ഈ പനി ഒന്നും ഞാൻ ഒരു മരുന്ന് എടുക്കാറില്ല, ഞാൻ എടുക്കാറേ ഇല്ല. എൻ്റെ ഭാര്യയൊക്കെ നമുക്ക് ചിരിക്കും, ഇതെന്താണ് ഡോക്ടർ ഇങ്ങനെയൊക്കെയാണ് ചികിത്സിക്കുന്നത്. കാരണം നമുക്കറിയാലോ, ഇത് 99% വൈറൽ ഫീവർ. സോ ഐ നെവർ ട്രീറ്റ്മെന്റ് മോസ്റ്റ് ഓഫ് ദ ടൈം. പക്ഷെ ഞങ്ങൾ പേഷ്യൻസിന് അങ്ങനെ കേട്ടോ, നമ്മളെ ലുക്കീമിയ പേഷ്യൻസ് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സാധാരണക്കാരുടെ പറയട്ടെ, സാധാരണക്കാരാണ് ഇംപേഷ്യന്റ്. നമ്മുടെ പേഷ്യൻസ് വരുന്ന എല്ലാവരും ഇംപേഷ്യന്റ്. പെട്ടെന്ന് മരുന്ന് ഡോക്ടർക്കാണ്. അല്ല, പിന്നെ ഡോക്ടർമാർക്കും പേടിയായി. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിങ്ങനെ OPD ഇരിക്കുകയാണ്, നിങ്ങളൊക്കെ പനിയായിട്ട് എൻ്റെ അടുത്ത് വന്നു. അത് സത്യമാണ്.
നിങ്ങൾക്ക് 100 പേര് ഇങ്ങനെ വന്നതിൽ ഒരാൾക്ക് മാത്രമേ സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ടാവുള്ളൂ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ബാക്കി 99 പേർക്കും വൈറലായിരിക്കും മോസ്റ്റ്ലി. അതാണല്ലോ അങ്ങനെ സ്പ്രെഡ് ചെയ്യുക. അതിൽ ഞാൻ ഒരാളെ ചികിത്സിച്ച് മിസ്സായാൽ പിന്നെ ജനങ്ങൾ വന്ന് ഒരു വെറും പനിയായിട്ട്, പനിക്ക് ഭയങ്കര ഇംപ്ലിക്കേഷൻസ് അല്ലേ ആക്ച്വലി. അപ്പോൾ ഡോക്ടേഴ്സിന് ഭയങ്കര പേടിയാണ് ഡിഫെൻസീവ് മെഡിസിൻ. അത് പേടിയാണ്. അത് ഇറ്റ്സ് ഹ്യൂമൻ നേച്ചർ അല്ലേ, എല്ലാവർക്കും പേടി വരുമല്ലോ. ഒരു ഡോക്ടർക്ക് സർവൈവ് ചെയ്യണ്ടേ, അയാൾക്ക് പേടിയാവും. അപ്പോൾ അയാൾ ആ പേടി കാരണം നമ്മൾ മരുന്ന് എഴുതി പോവും ആൾക്കാർ. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഡോക്ടേഴ്സിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം. യുനാനിമസ് ആയിട്ട് പറയാം, നോട്ട് ഓൺലി ഇൻ നോട്ട് പ്രിസ്ക്രൈബിങ് മെഡിക്കേഷൻസ്. ഇപ്പൊ അമേരിക്കയിലോ UK-യിലോ ഒരു മരുന്ന് എഴുതണമെങ്കിൽ അതിന് കൃത്യമായി തക്കതായ കാരണം എഴുതാൻ പറ്റില്ല. ഐ ഹാവ് സോ മെനി റിലേറ്റീവ്സ് ഇൻ ദ UK or the US. അവര് ആന്റിബയോട്ടിക് കഴിച്ചിട്ട് വർഷങ്ങളായി അവർക്ക് പനി ഉണ്ടെങ്കിൽ 10 ദിവസം പനി സഹിച്ചിരിക്കണം, ആന്റിബയോട്ടിക് കഴിക്കാതെ. അത് തന്നെ അവര്. നമ്മളാണെങ്കിൽ ഇവിടെ കിട്ടിയ അപ്പൊ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി സ്ലൈറ്റ് റെഗുലേഷൻ വന്ന് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ആന്റിബയോട്ടിക് നല്ലതാണ്. ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ കഫ് സിറപ്പിന്റെ ഇൻസിഡന്റ് അല്ല, അത് ഭയങ്കര പറഞ്ഞ. ഞാൻ ഞങ്ങളെ ഹോസ്പിറ്റലിൽ താഴെ പോയിട്ട് ഞാനൊരു ആന്റിബയോട്ടിക് എനിക്ക് മനസ്സിലായി ഇത് വൈറൽ പനിയല്ല. ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് തരൂല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന അറിയില്ല അപ്പൊ നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ തന്നാലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയല്ലേ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ പോകുന്നത്. അപ്പൊ പറഞ്ഞു നിങ്ങൾ എഴുതി കൊണ്ടുവന്ന. ഞാനിത് പോയി കംപ്ലൈന്റ് ചെയ്തു പുള്ളിനോട്. ഇത് ഞാൻ അവിടെ പോയിട്ട് ആന്റിബയോട്ടിക് ചോദിച്ചു എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ കുറേ ദിവസം സഹിച്ചു, എനിക്ക് മനസ്സിലായി ഇത് ബാക്ടീരിയലാണ്. അപ്പം ഞാൻ ലാസ്റ്റ് റിസോർട്ടിൽ ആന്റിബയോട്ടിക് കഴിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പുള്ളിനോട് കംപ്ലൈന്റ് ചെയ്തു. ഇതൊക്കെ ആ കുട്ടീൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പം പുള്ളി പറയാം വെരി ഗുഡ്. ഇത് ഡിഫെൻസീവ് മെഡിസിന്റെ ഒരു എക്സ്റ്റെന്റ് ആണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോ ഒരു പേഷ്യന്റ് ഒരു സാധാരണ ഇതായിട്ട് വന്ന സ്കാൻ എടുക്കാനായിട്ട് നമുക്കൊരു പ്രവണത കുറച്ചും കൂടി കൂടുതലാണ്. പേടി കാരണം കുറെയൊക്കെ നമ്മൾ പറയും വെയിറ്റ് ചെയ്യാം, ഇപ്പൊ ഒരു 2 weeks കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പക്ഷെ പേഷ്യന്റിന്റെ മനസ്സിൽ ഒരു 2 weeks കൊണ്ട് ഈ അസുഖം അതൊക്കെയാണ് ഒരു കോമൺ മിസ്കൺസെപ്ഷൻ. അതെ, അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ പണ്ട് ഈ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഒരു പേഷ്യൻ്റ് ഇങ്ങനെ ഒരു സിക്കാവുകയാണ്. നമ്മളെ ടീം ഇങ്ങനെ നോക്കുക, നമ്മൾ PGs ഒക്കെ ഇങ്ങനെ പഠിക്കുക. അപ്പോൾ സീനിയറിനെ വിളിച്ചു ചോദിച്ചു, സർ നമുക്കിത് കൊടുക്കല്ലേ ഒരു ഹൈ ആൻറ്റിബയോട്ടിക്. പുള്ളി പറഞ്ഞു ഇതിന് നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ പറഞ്ഞു പ്രൂഫൊന്നുമില്ല, പക്ഷെ ആണെങ്കിൽ ആ രോഗി ശരിയായാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ലോജിക്കൽ ട്രീറ്റ്മെൻറ്റിലല്ല നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഡോക്ടർ എന്ന രീതിയിൽ നിങ്ങൾ പേടിയല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് അത് കൊടുക്കുക. റിസൾട്ട് ഇസ് നോട്ട് ഇൻ യുവർ ഹാൻഡ്. ആ റിസൾട്ട് എന്താണ് അസുഖം അതുപോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുക, എവിഡൻസ് ബേസ്. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളുടെ ജോലി രോഗിനെ രക്ഷിക്കുന്നതല്ല എന്ന് പുള്ളി പറഞ്ഞു. നിങ്ങളുടെ ജോലി ആസ് എ ഡോക്ടർ ഈസ് ടു അപ്ലൈ യുവർ ലേണിംഗ്, യുവർ എഡ്യൂക്കേഷൻ ആൻഡ് യുവർ എക്സ്പീരിയൻസ്. എന്നിട്ട് ദ ബെസ്റ്റ് പോസിബിൾ ട്രീറ്റ്മെൻറ്റ് ആ രോഗിക്ക് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് 1000 മരുന്ന് കൊടുത്തിട്ട് വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കില്ല എന്നാണ്. സോ ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലേണിംഗ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ ഈ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ പോലെ നിങ്ങളുടെ കർമ്മം ചെയ്യും, മാ ഫലേഷു കഥാചന മാ കർമ്മഫല എതിർഭു മാതേ സംഘോസ്തവ കർമ്മണി. പറയാൻ കാരണമുണ്ട്, അല്ല എനിക്ക് പറയാനൊരു അവസരം. അല്ല ഇതിൽ രസകരമായ ഒരു പോയിന്റ് ഉണ്ട്. അല്ലെ കർമ്മണ്യവാദിയരസ്തെ മാ ഫലേഷു കഥാചന, കർമ്മ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാം. അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് അടുത്തതില്. രണ്ടാമത് പറഞ്ഞ സാധനം, അതായത് ഇഫ് യു ഡോണ്ട് സീ ദ ഫ്രൂട്ട് ഓഫ് യുവർ വർക്ക് വിൽ ബി എഫക്റ്റഡ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധനം, അതായത് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫലം പല കാരണങ്ങൾ കൊണ്ട് കാണാതിരിക്കാം. അപ്പൊ നമ്മളെ കണ്ണ് മറിഞ്ഞിട്ടായിരിക്കാം, അല്ലെ ഇതിന്റെ റിസൾട്ട് എന്താണ്. രോഗി ജീവിക്കുന്നതല്ലല്ലോ റിസൾട്ട്. റിസൾട്ട് ഈസ് നമ്മുടെ ജനറൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങൾ എടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്ട് ആണ്, നോട്ട് ജസ്റ്റ് ദിസ് പേഷ്യന്റ്, റൈറ്റ്? അപ്പൊ ആ ഫലം നമുക്ക് എപ്പോഴും കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ആ ഒരു വിസ്ഡം ആട്ടോ ഞാൻ പറഞ്ഞത്. ലൈക്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് വിസ്ഡം. നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ ബിഗർ പിക്ചർ. പക്ഷെ അത് ഇത് പൊളിറ്റിക്കലി നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇൻ ദ സെൻസ് ആ പേഷ്യന്റിന് അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് അവർക്ക് അവരുടെ പേഷ്യന്റാണ് ഏറ്റവും. അത് നമ്മളെല്ലാവരും അത് ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഞാൻ പറയാം. നമ്മുടെ അടുത്ത് മിക്ക പേഷ്യൻസും ഇപ്പം ആരെങ്കിലും വൺസ് യു ബിക്കം എ ബിഗ് സർജൻ ഓർ എ ബിഗ് ഡോക്ടർ, ദർ വിൽ ബി കോൾസ് ഫ്രം ഔട്ട്സൈഡ്. നാളെ
ഇന്ന ആളുടെ സർജറിയാണ്, അപ്പൊ നന്നായി സർജറി ചെയ്യണം. ഞാൻ ചോദിക്കുന്നത് എനിക്ക് വന്ന കോൾസ് അല്ല, ഞാൻ ആ ലെവലിലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ സീനിയർ സർജൻസ് പറയുന്നത് അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ പേഷ്യൻസിനും അവര് നന്നായി സർജറി ചെയ്യാനാ നോക്കുന്നത്, ഇൻക്ലൂഡിങ് എന്നോട്. നമ്മുടെ കേസിലല്ല ഇങ്ങനെ പറയും, നമ്മുടെ പരിചയമുള്ള ഒരു പേഷ്യൻസ് ആ ഡോക്ടറോട് പറയണേ നന്നായി നോക്കാൻ. ഞാൻ പറഞ്ഞു ഒരു ഡോക്ടറോട് ഞാൻ പറയില്ല നന്നായി നോക്കാം, ആരും നന്നായി നോക്കാതെ പറഞ്ഞില്ലെങ്കിൽ നോക്കില്ല ഇതൊക്കെ ചോദിക്കും. ബട്ട് മീൻ സൊസൈറ്റി ഈസ് ലൈക്ക് ദാറ്റ്. നമ്മുടെ സൊസൈറ്റിന്റെ കൂടെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും അല്ലേ? സോ ഞാൻ ആരെ കൂടെ എൻ്റെ റിലേറ്റീവിന് എപ്പോഴെങ്കിലും വല്ല ആവശ്യത്തിന് ഞങ്ങളുടെ ഫീൽഡ് അല്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും കാണിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ഡോക്ടറോട് പറയില്ല ഞാൻ ഡോക്ടറാണ്, ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ മിണ്ടാതിരിക്കും. എൻ്റെ ഗ്രാൻഡ് മദർ പണ്ട് ഇല്ല, ഇപ്പം ഗ്രാൻഡ് മദർ സിക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി. സീരിയസ് ഇൽനെസ് ആയിരുന്നു, ഹെമറ്റം ബ്ലഡൊക്കെ വന്ന് വൊമിറ്റിങ്ങിൽ. ആരോട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഡോക്ടറാണെന്ന്. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഒരു ഡോക്ടർ ഫ്രീ ആയിട്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഒരു പ്രഷറും ഇല്ലാതെ വർക്ക് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അതിൽ രോഗികൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു രോഗി വന്ന് നമ്മളോട് ആർഗ്യൂ ചെയ്യാനോ, രോഗീൻ്റെ റിലേറ്റീവ്സ് നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോൾ ആക്ച്വലി അത് അവരുടെ ഇൻട്രസ്റ്റിലല്ല. നമ്മളെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ രോഗിയെ എങ്ങനെയെങ്കിലും ശരിയാക്കാം. കാരണം നമുക്ക് നല്ല എന്താ ആ രോഗി ശരിയാവുന്നല്ലേ നമുക്ക് ഇഷ്ടം, നമുക്ക് നല്ലത് അതല്ലേ. അപ്പോൾ രോഗികളുടെ സംശയം, ഈ സസ്പീഷൻ ടു ഡോക്ടർ ഒരിക്കലും പാടില്ല. ആ ട്രസ്റ്റിലായിരിക്കണം ചികിത്സ നടക്കണം. ട്രസ്റ്റ് ഇല്ലെങ്കിൽ പോവാ. അതെ, ഇതേപോലെ ഇതിൽ പ്ലെയിനിന്റെ ഉപമ കുറച്ച് അധികം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊരു പൈലറ്റിന്റെ അടുത്ത് ചോദിക്കോ ഇത് ഓടിക്കാനാണ്, നന്നായിട്ട് ഓടിക്കണേ, അല്ല ഒന്ന് കോക്പിറ്റ് പോയിട്ട് ഇന്നൊന്ന് നന്നായി. വി കൻ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് നമ്മളെല്ലാരും സിറ്റിംഗ് ഹിയർ, എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് ഫ്രം പേഷ്യൻസ് പെർസ്പെക്ടീവ് പല ടെൻഷനും പേടികളും ഉണ്ട്. പക്ഷെ ഒരു ഡോക്ടർ നല്ല രീതിയിൽ സമാധാനത്തിൽ ഒബ്ജക്റ്റീവായിട്ട്, ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ വേറെ പ്രഷേഴ്സ് ഇല്ലാതെ ഒരു പേഷ്യന്റിനെ ചികിത്സിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാറ്റ് ഹി ഗെറ്റ്സ് നോ external, including the family, including relatives. They can ask questions എന്തായാലും ചോദിക്കണം. ബട്ട് ഡോക്ടറെ അൺനോയിങ്ലി ഇങ്ങനെ നമ്മൾ പ്രഷറൈസ് ചെയ്തിട്ട് ശരിയാക്കും. സോറി, നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യാറില്ല കാരണം പരിചയമല്ലോ. പക്ഷെ അങ്ങനെയാ. പക്ഷെ തുടക്കത്തിൽ എപ്പോഴും ഉണ്ടാവും, എസ്പെഷ്യലി നമ്മൾ ആദ്യമായിട്ട് ജോയിൻ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഒരു ജൂനിയർ ആയിട്ടുള്ള സമയത്ത് അവർക്കും ഉറപ്പുണ്ടാവല്ലോ ഇവർക്ക് ചികിത്സിക്കാനൊക്കെ അറിയാമോ. അത് സാധാരണ രീതിയിൽ ഞാൻ കാണുന്നത് VIP സിൻഡ്രോം എന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മൾ VIP ഒന്നല്ല വരുന്ന ചികിത്സിക്കാൻ, ചിലപ്പോൾ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും. അപ്പൊ അവരുടെ ഒരു എന്താ പറയാ ആങ്സൈറ്റി വരുമ്പോ 10-15 പേര് വരും. അവര് പെട്ടെന്ന് സ്കാൻ എടുക്കണം, പെട്ടെന്ന് ചെയ്യാം, അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു പേഷ്യന്റ് ഒറ്റയ്ക്ക് വന്ന് അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡറായി വന്ന് ചികിത്സ എടുത്തു, ആ ഡോക്ടർ പറയുന്ന പോലെ പ്രോട്ടോകോൾ ഫോളോ ചെയ്താൽ ഒരുവിധം 90% ഓഫ് ദ ടൈം ദാറ്റ് ആ പേഷ്യന്റിന്റെ വർക്കപ്പ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് ഓർഡർലി ആയിട്ട് പോകും. പെട്ടെന്ന് സ്പീഡാക്കാൻ നോക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു സാധനം മിസ്സാവും. അല്ലെങ്കിൽ സാർ നമ്മൾ തലേദിവസം വന്ന് കിടന്നാൽ മതി, ഒരു ദിവസം മുമ്പ് കിടക്കാൻ പറഞ്ഞാൽ അവർക്ക് കിടക്കാൻ അവർക്ക് അപ്പൊ അങ്ങനെ അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ സാധനങ്ങൾ മിസ്സാവുന്നത്. നമ്മളെ ഈ സയൻസ്, നമ്മളെ ഡോക്ടർ പഠിച്ചതിന്റെ സയൻസ് ഓഫ് ദ മെറ്റീരിയൽ. വെൻ വി ലൂസ് ദ സയൻസ് ഓഫ് ദ സബ്ജക്റ്റിലെ then we err. When we are influenced by a lot of other things. Actually medicine science ആണ്, പക്ഷെ at the same time it is art.